ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ചോദ്യങ്ങളെ നിങ്ങൾ ആദ്യമായി ഒന്ന് വിശകലനം ചെയ്യണം, വ്യക്തമായി മനസ്സിലാക്കണം. നമ്മളോട് പറഞ്ഞത് ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്തത്. ഷെഡ്യൂൾ 1 ഉൾപ്പെടുന്നത് ഏതാണ്? അപ്പോൾ ഈ നിയമത്തിനെ കുറിച്ച് ഇനി ആരും പേടിക്കേണ്ട കാര്യമില്ല. നിയമം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള നിയമങ്ങൾ മാത്രമേ PSC സിലബസ് ആഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവരും ഉഷാറല്ലേ? നമുക്ക് കേരള ഭരണ സംവിധാനത്തിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കാം. LD ക്ലർക്ക് തസ്തികയുടെ പരീക്ഷയിൽ നിങ്ങൾക്കറിയാം, കേരള ഭരണ സംവിധാനം നമുക്ക് 5 മാർക്കുകൾ നേടിത്തരും. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ ഓരോ മാർക്കും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റിനോടും നമ്മളൊരു വിവേചനം പുലർത്താൻ പാടില്ല. ഇവിടെ ഈ 5 മാർക്ക് നേടാൻ കേരള സിവിൽ സർവീസിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പറ്റി, കമ്മീഷനുകളെ പറ്റി, ഭൂപരിഷ്കരണത്തെ പറ്റി, തണ്ണീർത്തടങ്ങളെ പറ്റി, തൊഴിൽ മേഖലയെ പറ്റി, തൊഴിൽ പദ്ധതികളെ പറ്റി, സ്ത്രീകളുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും ക്ഷേമ പദ്ധതികളെ പറ്റി, ഇവയെപ്പറ്റിയൊക്കെ നമ്മൾ ഹൃദയസ്ഥമാക്കേണ്ടതുണ്ട്. നമ്മൾ പോരാട്ടം തുടങ്ങുകയാണ്. നോക്കൂ, ഇന്ത്യൻ സിവിൽ സർവീസിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം. ഇന്ത്യൻ സിവിൽ സർവീസ് ഉൾക്കൊള്ളുന്നത് താഴെ പറയുന്നവയിൽ ഏത് അല്ലെങ്കിൽ ഏവ? അഖിലേന്ത്യാ സർവീസുകൾ, കേന്ദ്ര സർവീസുകൾ, സംസ്ഥാന സിവിൽ സർവീസുകൾ. ഇത് കാണുമ്പോൾ നിങ്ങളിൽ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിട്ടില്ലേ? അഖിലേന്ത്യാ സർവീസുകളും കേന്ദ്ര സർവീസുകളും മാത്രമല്ലേ ഇന്ത്യൻ സിവിൽ സർവീസിൽ വരിക എന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അഖിലേന്ത്യാ സർവീസുകളും കേന്ദ്ര സർവീസുകളും സംസ്ഥാന സിവിൽ സർവീസുകളും ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. നമ്മൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലല്ലേ നിവസിക്കുന്നത്? അവിടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യം വ്യക്തമാക്കുന്നത് എന്താണ്? ഇന്ത്യ എന്ന ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണെന്ന്, അല്ലേ? സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. ആർട്ടിക്കിൾ 1 പറയുന്നു, പാർട്ട് 1 ആർട്ടിക്കിൾ 1 പറയുന്നു, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിരിക്കെ ഇന്ത്യയുടെ സിവിൽ സർവീസിൽ കേന്ദ്രത്തിൻ്റെതായ അഖിലേന്ത്യാ സർവീസുകളും കേന്ദ്ര സർവീസുകളും സംസ്ഥാനങ്ങളുടേതായ സംസ്ഥാന സിവിൽ സർവീസുകളും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസിനെ പരിഗണിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, എങ്കിലും സിവിൽ സർവീസിനെ പറ്റി പഠിക്കുമ്പോൾ അത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക എൻ്റെ കടമയായതുകൊണ്ട് മാത്രം നിങ്ങളോടത് പറയുകയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിനെ സംബന്ധിച്ചുള്ള 3 ഘടകങ്ങൾ: അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സിവിൽ സർവീസുകൾ. ഇതിൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്ന 2 സർവീസുകളാണ് അഖിലേന്ത്യാ സർവീസുകളും കേന്ദ്ര സർവീസും. അഖിലേന്ത്യാ സർവീസും കേന്ദ്ര സർവീസും ദേശീയ തലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സിവിൽ സർവീസുകളാണ്. അതിൽ അഖിലേന്ത്യാ സർവീസിനെ പറ്റി നിങ്ങളിൽ ആർക്കാണ് അറിയാത്തത്? IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്നിങ്ങനെ 3 സർവീസുകൾ മാത്രം ഉൾക്കൊള്ളുന്ന, നമ്മൾ പ്രസ്റ്റീജിയസ് ആയി കരുതുന്ന 3 സർവീസുകൾ ഉൾക്കൊള്ളുന്ന സർവീസുകളാണ് IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അതിൽ IAS-ഉം IPS-ഉം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ തന്നെ നിലവിലുണ്ടായിരുന്ന അഖിലേന്ത്യാ സർവീസുകളാണ്. അതിനുശേഷം ഇന്ത്യൻ പാർലമെന്റ് നിയമനിർമ്മാണത്തിലൂടെ ഉണ്ടാക്കിയ അഖിലേന്ത്യാ സർവീസാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അടുത്തത് കേന്ദ്ര സർവീസാണ്. കേന്ദ്ര സർവീസിലും ദേശീയ തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ദേശീയ തലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. പക്ഷേ അവിടെ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുള്ള ഭരണവകുപ്പുകളിൽ മാത്രമാണ് കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥർ നിയമിക്കപ്പെടുക. അവിടെ ഗ്രൂപ്പ് 1 ഉണ്ട്, ഗ്രൂപ്പ് 2 ഉണ്ട്, ഗ്രൂപ്പ് 3 ഉണ്ട്, ഗ്രൂപ്പ് 4 ഉണ്ട്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. അഖിലേന്ത്യാ സർവീസിന്റെ പ്രത്യേകത IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്നിവയാണ്. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, പക്ഷേ കേന്ദ്രത്തിലോ സംസ്ഥാനങ്ങളിലോ അവർ നിയമിക്കപ്പെടുന്നു. നമ്മുടെ ഇവിടെ IAS-കാരും IPS-കാരും ഒക്കെ ഇല്ലേ? നമ്മുടെ സംസ്ഥാന ഓഫീസുകളിലേക്കും അവർ നിയമിക്കപ്പെടുന്നില്ലേ? കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് നിയമിക്കപ്പെടുന്നില്ലേ? അതാണ്
അഖിലേന്ത്യാ സർവീസിനെയും കേന്ദ്ര സർവീസിനെയും വേർതിരിക്കുന്നത്. രണ്ടും ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. പക്ഷേ അഖിലേന്ത്യാ സർവീസിൽ കേന്ദ്ര തലത്തിലോ സംസ്ഥാന തലത്തിലോ നിയമിക്കപ്പെടുന്നു. കേന്ദ്ര സർവീസിൽ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ മാത്രം നിയമിക്കപ്പെടുന്നു. പിന്നെ അടുത്തത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള സിവിൽ സർവീസുകളാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. സംസ്ഥാന സിവിൽ സർവീസ് ഉദാഹരണം ഏതാ? കേരള സിവിൽ സർവീസ്, തമിഴ്നാട് സിവിൽ സർവീസ്, ആന്ധ്രാപ്രദേശ് സിവിൽ സർവീസ്. ഇതൊക്കെ സംസ്ഥാന സിവിൽ സർവീസുകൾക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, കേരള സിവിൽ സർവീസിലെ സ്റ്റേറ്റ് സർവീസ് താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം അല്ലെങ്കിൽ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്? ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം. ചോദ്യം ശ്രദ്ധിക്കൂ. കേരള സിവിൽ സർവീസിലെ സ്റ്റേറ്റ് സർവീസ് കേരള സിവിൽ സർവീസിന്, നമ്മുടെ സംസ്ഥാന സിവിൽ സർവീസിന് 2 പാർട്ടുകളുണ്ട്. സ്റ്റേറ്റ് സർവീസും സബോർഡിനേറ്റ് സർവീസും. അതിൽ സ്റ്റേറ്റ് സർവീസ് താഴെ പറയുന്നതിൽ ഏത് വിഭാഗം അല്ലെങ്കിൽ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്നാണ് ചോദ്യം. നോക്കൂ, ക്ലാസ് 1, ക്ലാസ് 2 ജീവനക്കാരാണ് സ്റ്റേറ്റ് സർവീസിൽ വരിക. സ്റ്റേറ്റ് സർവീസിൽ ആരാണ് വരിക? ക്ലാസ് 1, ക്ലാസ് 2 ജീവനക്കാർ. ഇവർ ഗസറ്റഡ് ഓഫീസേഴ്സ് എന്നും അറിയപ്പെടുന്നു. ഗസറ്റഡ് ഓഫീസേഴ്സ് എന്നിവർ അറിയപ്പെടുന്നു. ക്ലാസ് 3, ക്ലാസ് 4 ജീവനക്കാർ സബോർഡിനേറ്റ് സർവീസിലാണ് വരിക. എവിടെയാണ് വരിക? സബോർഡിനേറ്റ് സർവീസിൽ വരുന്നു. ഇവർ നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് എന്ന് അറിയപ്പെടുന്നു. നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് എന്നറിയപ്പെടുന്നു. ഉത്തരം വ്യക്തമല്ലേ? 1ഉം 2ഉം ക്ലാസ് ജീവനക്കാരാണ് കേരള സിവിൽ സർവീസിലെ സ്റ്റേറ്റ് സർവീസിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, 1ഉം 2ഉം. അതേസമയം കേരള സിവിൽ സർവീസിലെ സ്റ്റേറ്റ് സർവീസ് എന്നതിന് പകരം സബോർഡിനേറ്റ് സർവീസ് എന്നാണ് ചോദിച്ചിരുന്നതെങ്കിൽ നമ്മൾ എന്തുത്തരം പറഞ്ഞേനെ? 3ഉം 4ഉം എന്ന് ഉത്തരം പറഞ്ഞേനെ. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് ഉത്തരം പറയുക? 1ഉം 2ഉം. കേരള സിവിൽ സർവീസിനെ സംബന്ധിക്കുന്ന അതിപ്രധാനമായ ഒരു കാര്യത്തിലേക്കാണ് ആ ചോദ്യം വിരൽ ചൂണ്ടിയത്. കേരള സിവിൽ സർവീസിനെ 2ആയി തിരിക്കാം. എന്തൊക്കെ? സ്റ്റേറ്റ് സർവീസ്, പിന്നെ സബോർഡിനേറ്റ് സർവീസ്. സ്റ്റേറ്റ് സർവീസിലെ ജീവനക്കാരാരാണ്? ക്ലാസ് 1, ക്ലാസ് 2 ഓഫീസേഴ്സ് സ്റ്റേറ്റ് സർവീസിൽ വരുന്നു. അവരെന്തു പേരിൽ അറിയപ്പെടുന്നു? പൊതുവെ ഗസറ്റഡ് ഓഫീസർമാർ എന്നറിയപ്പെടുന്നു. ഗസറ്റഡ് ഓഫീസർമാർ എന്നറിയപ്പെടുന്നു. ഇനി സബോർഡിനേറ്റ് സർവീസിൽ ആരാ വരിക? ക്ലാസ് 3, ക്ലാസ് 4 ജീവനക്കാർ. അവർ പൊതുവെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? നോൺ ഗസറ്റഡ് ഓഫീസർമാരെന്ന് അറിയപ്പെടുന്നു. കാര്യങ്ങൾ വ്യക്തമല്ലേ? കേരള സിവിൽ സർവീസിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. കേരള സിവിൽ സർവീസിലെ തരം തിരിവുകൾ സംബന്ധിച്ച ഷെഡ്യൂളുകൾ ഉൾക്കൊള്ളുന്ന സർവീസ് ചട്ടങ്ങൾ താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദ്യം. കേരള സിവിൽ സർവീസിലെ തരംതിരിവിനെ കുറിച്ചല്ലേ നമ്മളിവിടെ പറഞ്ഞത്. അവിടെ 2 തരംതിരിവുണ്ട്. സ്റ്റേറ്റ് സർവീസ് ഉണ്ട്, സബോർഡിനേറ്റ് സർവീസ് ഉണ്ട്. സ്റ്റേറ്റ് സർവീസിൽ ക്ലാസ് 1, ക്ലാസ് 2 ജീവനക്കാർ വരുന്നു. സബോർഡിനേറ്റ് സർവീസിൽ ക്ലാസ് 3, ക്ലാസ് 4 ജീവനക്കാർ വരുന്നു. ഈ തരംതിരിവിനെ പറ്റി പ്രതിപാദിക്കുന്ന ഷെഡ്യൂളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സർവീസ് ചട്ടം നമുക്കുണ്ട്. ആ സർവീസ് ചട്ടങ്ങൾ ഏതാണെന്നാണ് ചോദ്യം. നോക്കൂ, കേരള സർവീസ് റൂൾസ് എന്ന് ആദ്യം കൊടുക്കുന്നു. ഇതാണോ? അല്ല. കേരള സർവീസ് റൂൾസ് നമ്മളോട് പറയുന്നത് 1959 കേരള സർവീസ് റൂൾസ് നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ശമ്പളം, നിങ്ങളൊരു ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ നിങ്ങളുടെ ശമ്പളം, നിങ്ങളുടെ യാത്രാബത്ത, നിങ്ങളുടെ ലീവുകൾ, നിങ്ങളുടെ പെൻഷൻ, ഇവയെ പറ്റിയൊക്കെയാണ്. അടുത്തത് പറയുന്നു കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് KS&SSR 1958. KS&SSR 1958 നിങ്ങളോട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ നിയമനം, നിങ്ങളുടെ പ്രൊമോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് KS&SSR 1958 പറയുന്നത്.
കേരള സംസ്ഥാന സിവിൽ സർവീസിലെ തരംതിരിവുകളെ പറ്റി പ്രതിപാദിക്കുന്ന ചട്ടം വ്യക്തമായി ഓർക്കുക. കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960. ഉത്തരം വ്യക്തമല്ലേ? കേരള സിവിൽ സർവീസിലെ തരംതിരിവുകൾ സംബന്ധിച്ച ഷെഡ്യൂളുകൾ ഉൾക്കൊള്ളുന്ന സർവീസ് ചട്ടങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി എന്ന് നമ്മൾ ഉത്തരം പറയുന്നു. കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ്. ഇവിടെ ആൻസറിൽ നിന്ന് നമുക്കറിയാം, ഇവിടെ ഉണ്ട് ക്ലാസിഫിക്കേഷൻ, ആ ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു തരംതിരിവ്. കൺട്രോൾ അച്ചടക്ക നടപടികളെ പറ്റി പ്രതിപാദിക്കുന്നതും, അതായത് കേരള സിവിൽ സർവീസിലെ ജീവനക്കാരുടെ അച്ചടക്ക നടപടികളെ പറ്റി പ്രതിപാദിക്കുന്നതും കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഇനി നിങ്ങൾക്കെതിരെ ശിക്ഷാ നടപടികൾ വന്നാൽ അതിൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കണമെങ്കിൽ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നതും ഇതേ ചട്ടം തന്നെയാണ്. അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഓപ്ഷൻ ഡി കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. കേരള ഗവൺമെന്റ് സെർവന്റ് കോൺടാക്ട് റൂൾസ് 1960 എന്ന് പറഞ്ഞാൽ നിങ്ങൾ സർവീസിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾ അനുവർത്തിക്കേണ്ട പെരുമാറ്റ ചട്ടങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് കേരള ഗവൺമെന്റ് സെർവൻസ് കോൺടാക്ട് റൂൾസ് 1960. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണെന്ന് വ്യക്തമാണ്. കേരള സിവിൽ സർവീസസ് വർഗീകരണം, നിയന്ത്രണം, അപ്പീൽ ചട്ടങ്ങൾ 1960. കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960. ആദ്യമായിട്ട് അറിയേണ്ടത് ഈ ചട്ടങ്ങൾ ഏത് വർഷമാണ് പാസാക്കിയത്? 1960. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 309 പ്രകാരമാണ് കേരള സിവിൽ സർവീസിനെ സംബന്ധിച്ച് നിയമിക്കപ്പെടുന്ന എല്ലാ ചട്ടങ്ങളും, നിർമ്മിക്കപ്പെടുന്ന എല്ലാ ചട്ടങ്ങളും രൂപീകൃതമാകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 പ്രകാരമാണ്. ഇങ്ങനെ ആർട്ടിക്കിൾ 309 പ്രകാരം കേരള ഗവൺമെന്റിന് വേണ്ടി കേരള ഗവർണറാണ് ചട്ടങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ആ ചട്ടങ്ങൾക്ക് പിൻബലമേകാൻ നിയമസഭ പാസാക്കിയ ഒരു ആക്ട് ഉണ്ടാകണം. അപ്രകാരം കേരള സിവിൽ സർവീസസ് വർഗീകരണം, നിയന്ത്രണം, അപ്പീൽ ചട്ടങ്ങൾ 1960 ഇനാക്ടിംഗ് ആക്ടായി വരുന്നത് കേരള നിയമസഭ പാസാക്കിയ കേരള പബ്ലിക് സർവീസസ് ആക്ട് 1968. ജീവനക്കാരുടെ വർഗീകരണം, അച്ചടക്ക നടപടികൾ, അപ്പീൽ തുടങ്ങിയവ പ്രതിപാദിക്കുന്ന ചട്ടങ്ങൾ. അപ്പൊ ഈ ചട്ടങ്ങൾ എന്താണ് പ്രതിപാദിക്കുന്നത്? ആ ചട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് വർഗീകരണം, നിയന്ത്രണം, അപ്പീൽ. ജീവനക്കാരുടെ വർഗീകരണം, അച്ചടക്ക നടപടികൾ, അപ്പീൽ തുടങ്ങിയവ പ്രതിപാദിക്കുന്ന ചട്ടങ്ങളാണ് കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ്. ഇതിൽ 2 ഷെഡ്യൂളുകളുണ്ട്. കേരള സിവിൽ സർവീസസ് വർഗീകരണം, നിയന്ത്രണം, അപ്പീൽ ചട്ടങ്ങൾ 1960 ആദ്യ ഷെഡ്യൂളിൽ നമ്മുടെ സ്റ്റേറ്റ് സർവീസിന്റെ ലിസ്റ്റ് നൽകുന്നു. സ്റ്റേറ്റ് സർവീസ് ഏകദേശം 60ഓളം സ്റ്റേറ്റ് സർവീസുകളുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് നൽകുന്നു. ഷെഡ്യൂൾ 2 സബോർഡിനേറ്റ് സർവീസ്, നോൺ ഗസറ്റഡ് കേഡറിൽപ്പെട്ട ആ ഒരു സബോർഡിനേറ്റ് സർവീസിനെ സംബന്ധിച്ചും 60ൽ പരം സർവീസുകളുണ്ട്. അതിൻ്റെ ലിസ്റ്റാണ് ഷെഡ്യൂൾ 2 നൽകുന്നത്. കേരള സംസ്ഥാന സിവിൽ സർവീസിൽ ക്ലാസ് 1, ക്ലാസ് 2 ജീവനക്കാർ അറിയപ്പെടുന്നത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ, നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ, സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാരിതര ഉദ്യോഗസ്ഥർ. നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു നോക്കൂ. നമ്മൾ പഠിച്ചില്ലേ? ക്ലാസ് 1, ക്ലാസ് 2 ജീവനക്കാർ എന്ത് പേരിൽ അറിയപ്പെടുക? ക്ലാസ് 1, ക്ലാസ് 2 ജീവനക്കാർ സ്റ്റേറ്റ് സർവീസ് എന്നാണ് അറിയപ്പെടുക. സ്റ്റേറ്റ് സർവീസ് ജീവനക്കാരുടെ മറ്റൊരു പേരെന്താണ്? ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർ. ക്ലാസ് 3, ക്ലാസ് 4 ജീവനക്കാരെന്താണ്? നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ. അവരെവിടെയാണ് വരിക? സബോർഡിനേറ്റ് സർവീസിൽ. അപ്പോൾ ഇവിടെ ഉത്തരം വ്യക്തമാണ്. കേരള സംസ്ഥാന സിവിൽ സർവീസിലെ ക്ലാസ് 1, ക്ലാസ് 2 ജീവനക്കാർ അറിയപ്പെടുന്നത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ എന്നാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സർവീസാണ് കേരള സിവിൽ സർവീസ് വർഗീകരണം, നിയന്ത്രണം, അപ്പീൽ ചട്ടങ്ങൾ 1960 ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്തത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ചോദ്യങ്ങളെ നിങ്ങൾ ആദ്യമായി ഒന്ന് വിശകലനം ചെയ്യണം, വ്യക്തമായി മനസ്സിലാക്കണം. നമ്മളോട് പറഞ്ഞത് ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്തത്. ഷെഡ്യൂൾ 1 ഉൾപ്പെടുന്നത് ഏതാണ്? സ്റ്റേറ്റ് സർവീസ്. ഷെഡ്യൂൾ 1 ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് സർവീസ് ആണ്. സ്റ്റേറ്റ് സർവീസ് ഷെഡ്യൂൾ 1 ഉൾപ്പെടുന്നു. അപ്പോൾ ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്തത് ഏതായിരിക്കും? സംശയമില്ല, സബോർഡിനേറ്റ് സർവീസ്. സബോർഡിനേറ്റ് സർവീസ് എവിടെ ഉൾപ്പെടുകയില്ല? ഷെഡ്യൂൾ 1 ഉൾപ്പെടുകയില്ല. അപ്പൊ ഷെഡ്യൂൾ 1 ഉൾപ്പെടാത്ത സർവീസ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 2 ഉൾപ്പെടുന്ന സർവീസ് എന്നല്ലേ അർത്ഥം?
അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ സബോർഡിനേറ്റ് സർവീസ് ഏതാണെന്നല്ലേ നമ്മൾ പറയേണ്ടത്? നോക്കൂ, കേരള അഗ്രികൾച്ചർ സർവീസ് എന്ന് തന്നു, കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ് എന്ന് തന്നു, കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് എന്ന് തന്നു, കേരള സിവിൽ ജുഡീഷ്യൽ സർവീസ് എന്ന് തന്നു. നിങ്ങൾ എന്തിനെ തിരഞ്ഞെടുക്കും? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ക്ലാസ് 1, ക്ലാസ് 2 വിഭാഗത്തിൽ വരുന്ന ഗസറ്റഡ് തസ്തികയിൽ വരുന്ന 60-ൽ പരം വരുന്ന ഗ്രൂപ്പുകളാണ് സ്റ്റേറ്റ് സർവീസിലുള്ളത്. സബോർഡിനേറ്റ് സർവീസിലും ഏകദേശം 60ഓളം വരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഈ 120 ഗ്രൂപ്പിലുള്ള 120 സർവീസുകളെയും നമുക്ക് പഠിച്ചു വയ്ക്കാൻ കഴിയില്ല. അവിടെ സ്റ്റേറ്റ് സർവീസും സബോർഡിനേറ്റ് സർവീസും തിരിച്ചറിയാനായി നിങ്ങൾ അവലംബിക്കേണ്ട ഒരു മാർഗം ഷെഡ്യൂൾ 1-ൽ ഉൾപ്പെടാത്തത് ഷെഡ്യൂൾ 2-ലാണ് ഉൾപ്പെടുക. അത് സബോർഡിനേറ്റ് സർവീസാണ്. അപ്പോൾ അത് തിരിച്ചറിയാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ സബോർഡിനേറ്റ് സർവീസ് എന്ന് പറയുന്ന സർവീസുകളിലെല്ലാം സബോർഡിനേറ്റ് എന്ന പദം ഉൾച്ചേർന്ന് വരും. ഏത് പദമാ വരിക? സബോർഡിനേറ്റ്. അപ്പോൾ കേരള അഗ്രികൾച്ചർ സർവീസ് സബോർഡിനേറ്റ് സർവീസ്. അപ്പോൾ കേരള അഗ്രികൾച്ചർ സർവീസ് സ്റ്റേറ്റ് സർവീസ് ആണല്ലോ. കേരള അഗ്രികൾച്ചർ സബോർഡിനേറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ അത് സബോർഡിനേറ്റ് സർവീസ് ആണ്. അവിടെ സബോർഡിനേറ്റ് എന്ന വാക്ക് വന്നു. കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ് എന്താണ്? കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസ് സ്റ്റേറ്റ് സർവീസ് ആണ്, കാരണം അതിൽ സബോർഡിനേറ്റ് ഇല്ല. കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസിനെ നമുക്ക് അത്തരത്തിൽ ഉപേക്ഷിക്കാൻ കഴിയില്ല. അതിന്റെ ഒരു കാരണം ഞാൻ പറയാം. 3 സർവീസുകൾ ഒഴികെയുള്ള മറ്റെല്ലാ സബോർഡിനേറ്റ് സർവീസുകളിലും സബോർഡിനേറ്റ് എന്ന വാക്ക് കാണും. അപ്പൊ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ 3 സർവീസുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അതിലൊന്നാണ് കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്. കേരള ജുഡീഷ്യൽ എന്ന് വരുമ്പോൾ അതിനോടൊപ്പം മിനിസ്റ്റീരിയൽ കൂടി വന്നാൽ മനസ്സിലാക്കുക അവിടെ സബോർഡിനേറ്റ് എന്ന് പറഞ്ഞില്ലെങ്കിലും അത് സബോർഡിനേറ്റ് സർവീസാണ്. ഇത് കൂടാതെ 2 സർവീസുകൾ കൂടിയുണ്ട് സബോർഡിനേറ്റ് എന്ന പദം വരാത്ത സബോർഡിനേറ്റ് സർവീസുകൾ. അതിലൊന്ന് കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്. കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് ആണ് അതിലൊന്ന്. കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് എന്ന് കാണുമ്പോൾ തന്നെ അത് ഗസറ്റഡ് ഒന്നുമല്ല. അത് എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഗ്രേഡ് ആണ്, അത് സബോർഡിനേറ്റ് സർവീസ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊന്നാണ് കേരള പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസ്. കേരള പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസ്. ഇവിടെ കാര്യം വ്യക്തമല്ലേ? ഇതുപോലെ ഏതു ചോദ്യവും ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് 3 സബോർഡിനേറ്റ് സർവീസുകൾ ഒഴികെയുള്ള സബോർഡിനേറ്റ് സർവീസുകൾക്കെല്ലാം സബോർഡിനേറ്റ് എന്ന ഘടകപദം ഉണ്ടാകും. അതില്ലാതെ വരുന്ന 3 സർവീസുകളേ ഉള്ളൂ. അതിലൊന്ന് എന്താണ്? കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് ആണ്. മറ്റൊന്ന് പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസ് ആണ്. കേരള പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസ് ആണ്. മൂന്നാമത്തേത് നമ്മുടെ ഓപ്ഷൻ സിയിൽ കിടക്കുന്ന കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് ആണ്. അപ്പൊ നിങ്ങൾ ഓപ്ഷനിലൂടെ കണ്ണോടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവരൊരിക്കലും സബോർഡിനേറ്റ് എന്ന ഘടകപദമുള്ള ഒരു സർവീസ് തരത്തില്ല. ഈ 3 സർവീസുകളിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടായിരിക്കും അവർ ഗിമ്മിക്ക് കാണിക്കുക. നമ്മൾ നോക്കിയിട്ട് കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ് വന്നോ, കേരള പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസ് വന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് വന്നോ, അതിന് നമ്മൾ സബോർഡിനേറ്റ് സർവീസായി വിലയിരുത്തും. ബാക്കിയുള്ളതെല്ലാം സ്റ്റേറ്റ് സർവീസ് ആണെന്ന് നമ്മൾ കരുതും. മനസ്സിലായോ? അങ്ങനെ കരുതിക്കൊണ്ട് നമുക്ക് ഇതിലേത് ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇവിടെ ഉത്തരം വ്യക്തമാണ്. കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, കേരള അഗ്രികൾച്ചർ സർവീസും കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസും കേരള സിവിൽ ജുഡീഷ്യൽ സർവീസും സ്റ്റേറ്റ് സർവീസ് ആണ്. കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്, കേരള ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, കേരള പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസ്, അതുപോലെ തന്നെ സബോർഡിനേറ്റ് ചേർന്ന് വരുന്ന മറ്റു സർവീസുകൾ, ഇവയെല്ലാം സബോർഡിനേറ്റ് സർവീസുകളാണ്. കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. സിവിൽ സർവീസിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം ഏത് എന്നൊരു ചോദ്യം പലപ്പോഴും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. സിവിൽ സർവീസിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം, ഒരു സംശയമുണ്ടാകരുത്, ഭരണഘടനാ ഭാഗം 14. ഇന്ത്യൻ ഭരണഘടനയുടെ 14-ാം ഭാഗം
സിവിൽ സർവീസിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സിവിൽ സർവീസുകളെയും പബ്ലിക് സർവീസ് കമ്മീഷനുകളെയും പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 14 ഭാഗം 14 ആർട്ടിക്കിളുകൾ നിങ്ങൾക്കറിയുമോ? 308 തുടങ്ങി 323 അവസാനിക്കുന്നു. 308 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളുകൾ, അവയിൽ 308 മുതൽ 313 വരെയുള്ള ആർട്ടിക്കിളുകൾ സിവിൽ സർവീസുകളെ പറ്റി പ്രതിപാദിക്കുന്നു. 315 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളുകൾ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ പറ്റി പരാമർശിക്കുന്നു. കേരള നിയമസഭ 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് പാസാക്കിയത് താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ്? കേരള സിവിൽ സർവീസിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഫ്രെയിം ചെയ്ത് വെക്കേണ്ട ഒരു ആക്റ്റാണ് 1968 കേരള പബ്ലിക് സർവീസ് ആക്ട്. കേട്ടോ, പബ്ലിക് സർവീസ് കമ്മീഷൻ ആക്ട് ഒന്നുമല്ല, കേരള പബ്ലിക് സർവീസ് ആക്ട്. കേരള പബ്ലിക് സർവീസ് ആക്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ? ഈ ആക്ട് എന്ന് പറയുന്നത് നിയമസഭ പാസ്സാക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ KSR, KSR, കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ്, കേരള ഗവൺമെന്റ് എംപ്ലോയീസ് കോണ്ടാക്ട് റൂൾസ്, ഇവയൊക്കെ റൂൾസ് ആണ്, ചട്ടങ്ങളാണ്. അത് കേരള ഗവൺമെന്റ് ഉണ്ടാക്കുന്നതാണ്. കേരള ഗവൺമെന്റിന് വേണ്ടി കേരള ഗവർണർ ഉണ്ടാക്കുന്നതാണ് ഭരണഘടനാപരമായി. മനസ്സിലായില്ലേ? ഇങ്ങനെ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ചട്ടങ്ങൾക്കൊക്കെ നിയമപ്രാബല്യം നൽകുന്നതിന് വേണ്ടി ഒരൊറ്റ ആക്ട് മാത്രമേ നമ്മുടെ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ളൂ. ആ ആക്ടിന്റെ പേരാണ് 1968 കേരള പബ്ലിക് സർവീസ് ആക്ട്. ഇത് പാസ്സാക്കിയത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണെന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 309. സിവിൽ സർവീസിനെ പറ്റി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കേണ്ട ആർട്ടിക്കിളാണ് 309. എന്തുകൊണ്ട് 309 പതിഞ്ഞു കിടക്കണമെന്ന് ചോദിച്ചാൽ, ഓൾ ഇന്ത്യ സർവീസുകളെ പറ്റിയും കേന്ദ്ര സിവിൽ സർവീസുകളെ പറ്റിയും ചട്ടങ്ങൾ രൂപീകരിക്കണമെങ്കിൽ അതിനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിന് നൽകുന്നു ആർട്ടിക്കിൾ 309. അപ്പൊ കേന്ദ്ര സിവിൽ സർവീസിനെ പറ്റിയുള്ള ചട്ടങ്ങൾ പ്രസിഡന്റ് രൂപീകരിക്കുന്നത് 309 പ്രകാരമാണ്. ഇങ്ങനെ പ്രസിഡന്റ് രൂപീകരിക്കുന്ന ചട്ടങ്ങളെ ക്രമപ്പെടുത്തി അവയ്ക്ക് നിയമപ്രാബല്യം നൽകാനുള്ള അധികാരം ഈ 309 ആർട്ടിക്കിൾ നൽകിയിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിനാണ്. അപ്പൊ കേന്ദ്ര സിവിൽ സർവീസിനെ സംബന്ധിച്ച് ചട്ടങ്ങൾ രൂപീകരിക്കാൻ അധികാരം പ്രസിഡന്റിന്, പ്രസിഡന്റ് രൂപീകരിക്കുന്ന ചട്ടങ്ങൾ ക്രമപ്പെടുത്താനുള്ള അധികാരം പാർലമെന്റിന്. അപ്പൊ പാർലമെന്റ് നിർമ്മിക്കുന്ന സിവിൽ സർവീസിനെ സംബന്ധിച്ച നിയമങ്ങളെല്ലാം ആർട്ടിക്കിൾ 309 പ്രകാരമാണ്. പ്രസിഡന്റ് ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ആർട്ടിക്കിൾ 309 പ്രകാരമാണ്. തുടർന്ന് സംസ്ഥാന സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ സംസ്ഥാന സിവിൽ സർവീസുകളെ പറ്റി ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവർണർക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, സംസ്ഥാന ഗവൺമെന്റ് അല്ലേ? സംസ്ഥാന ഗവൺമെന്റിന്റെ തലവനാണല്ലോ സംസ്ഥാന ഗവർണർ. അതുകൊണ്ടാണ് ഭരണഘടനയിൽ സംസ്ഥാന ഗവർണർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ സംസ്ഥാന ഗവർണർ രൂപീകരിക്കുന്ന ചട്ടങ്ങൾ ക്രമപ്പെടുത്താനുള്ള അധികാരം, അവയ്ക്ക് നിയമപ്രാബല്യം നൽകാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ്. അപ്പോൾ സംസ്ഥാന നിയമസഭ നമ്മൾ നേരത്തെ പറഞ്ഞ കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 പാസ്സാക്കിയത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 309 പ്രകാരം. ഇവിടെ ഉണ്ടായിട്ടുള്ള സർവീസ് ചട്ടങ്ങളെല്ലാം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 309 പ്രകാരം. 309ന്റെ പ്രാധാന്യം വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഈ മൂന്നക്കങ്ങൾ മാന്ത്രികമായി, ഈ മൂന്നക്കങ്ങൾ 309 309 അതീവ പ്രാധാന്യത്തോടു കൂടി ഓർത്തിരിക്കുക. അനുച്ഛേദം 309. ഇന്ത്യൻ ഭരണഘടന ഏത് ഭാഗത്താണ് ഈ അനുച്ഛേദം 309 ഉള്ളത്? പാർട്ട് 14 ഇന്ത്യൻ ഭരണഘടനയുടെ 14-ാം ഭാഗത്ത് നമുക്കറിയാം 308 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളുകൾ. അവയിൽ 308 എന്ന് പറയുന്നത് ഒരു ഇൻട്രഡക്ഷൻ ആണ്. ആ ആർട്ടിക്കിളിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. 309 എന്ന അനുച്ഛേദം അനുസരിച്ച് നമ്മൾ അതിന്റെ പ്രത്യേകത പഠിച്ചു കഴിഞ്ഞു. അനുച്ഛേദം 309 കേരള സിവിൽ സർവീസുമായി നമുക്കൊന്ന് ബന്ധപ്പെടുത്തി നോക്കാം. ഈ അനുച്ഛേദം 309 പ്രകാരം കേരള നിയമസഭ
നമുക്കിവിടെ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന ചട്ടങ്ങളെയൊക്കെ ക്രമപ്പെടുത്താൻ വേണ്ടി ഒരു ആക്ട് ഉണ്ടാക്കി. ആ ആക്ടിന്റെ പേര് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഇതേ അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസിന് വേണ്ടി കേരള ഗവർണർ കേരള ഗവൺമെന്റിന് വേണ്ടി ഉണ്ടാക്കിയ ചട്ടങ്ങളാണ് KS&SSR 1958. നിങ്ങൾ സർവീസിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സേവന വ്യവസ്ഥകൾ, നിങ്ങളുടെ നിയമനം, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊമോഷൻ, ഇവയെ പറ്റിയൊക്കെ പരാമർശിക്കുന്ന KS&SSR 1958, KSR 1959, നിങ്ങളുടെ പെൻഷനെയും നിങ്ങളുടെ ശമ്പളത്തെയും ലീവുകളെയും ഒക്കെ പറ്റി പരാമർശിക്കുന്ന റൂളാണ്. അതുപോലെ തന്നെ കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 നമ്മൾ പറഞ്ഞതാണ്. കേരള ഗവൺമെന്റ് സർവൻസ് കോൺടാക്ട് റൂൾസ് 1960 പെരുമാറ്റച്ചട്ടങ്ങളെ പറ്റിയുള്ളതാണ്. പിന്നെ ധാരാളം സ്പെഷ്യൽ റൂൾസ് ഉണ്ട്. അതിലൊരു സ്പെഷ്യൽ റൂൾസ് ആണ് കാസ്റ്റ് സ്പെഷ്യൽ റൂൾസ് 2017. ഇതൊക്കെ കേരള ഗവർണർ പുറപ്പെടുവിച്ചത് അനുച്ഛേദം 309 പ്രകാരമാണ്. ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന ചട്ടങ്ങളെ ക്രമപ്പെടുത്തുന്ന ഒരേ ഒരു ആക്ട് മാത്രമാണ് കേരള നിയമസഭ പാസാക്കി. അതുകൊണ്ട് തന്നെ ഇവയുമായി ബന്ധപ്പെടുത്തി ഏത് ചട്ടത്തെ പറ്റി ചോദിച്ചാലും ഏത് സർവീസിനെ പറ്റി ചോദിച്ചാലും നിയമസഭ പാസാക്കിയ ആക്ട് എന്ന് പറയുന്നത് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 എന്ന് വ്യക്തതയോട് നമുക്ക് പറയാം. KS&SSR 1958 കേരള സിവിൽ സർവീസിലെ ജീവനക്കാരുടെ നിയമനം, പ്രൊമോഷൻ തുടങ്ങിയവയെ പറ്റി പരാമർശിക്കുന്നു. KS&SSR എന്നാണ് രൂപീകരിച്ചത്? 1958. ഇത് ഗവർണർ പുറപ്പെടുവിച്ച ചട്ടമാണ്. ആർട്ടിക്കിൾ 309 പ്രകാരം. KSR 1959 എന്നാണ് ഇത് പാസ്സാക്കിയത്. ഈ ചട്ടം പുറപ്പെടുവിച്ച 1959. ഇതിൽ പറയുന്നത് എന്താണ്? ശമ്പളം, യാത്രാബത്ത, ലീവുകൾ, പെൻഷൻ. കേരള സിവിൽ സർവീസിലെ ജീവനക്കാരുടെ ശമ്പളം, യാത്രാബത്ത, ലീവുകൾ, പെൻഷൻ. കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. വർഗീകരണം, സ്റ്റേറ്റ് സർവീസ് എന്നും സബോർഡിനേറ്റ് സർവീസ് എന്നും രണ്ടായി തരംതിരിക്കുന്നില്ലേ? സ്റ്റേറ്റ് സർവീസ് എന്നും സബോർഡിനേറ്റ് സർവീസ് എന്നും സർവീസിന് രണ്ടായി തരംതിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നെ അച്ചടക്കം, ശിക്ഷണ നടപടികൾ, നമുക്ക് തരുന്ന ശിക്ഷണ നടപടികൾ, അതുപോലെ തന്നെ അതിൽ കൊടുക്കാവുന്ന അപ്പീലുകൾ, ഇതിനെപ്പറ്റിയാണ് കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ്. അത് പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിക്കാം 1960. പിന്നെ കേരള ഗവൺമെന്റ് സർവൻറ്റ് കോൺടാക്ട് റൂൾസും 1960 തന്നെയാണ്. ഇതിൽ പെരുമാറ്റച്ചട്ടങ്ങളെ പറ്റിയാണ് വിശദമാക്കുന്നത്. സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന അനുച്ഛേദം ഏത്? നോക്കൂ, അനുച്ഛേദം 309 അല്ല എന്ന് നമുക്കറിയാം. അനുച്ഛേദം 309 എന്താ ചെയ്യുക? കേന്ദ്ര സിവിൽ സർവീസിനെ സംബന്ധിച്ച് ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം പ്രസിഡന്റ് നൽകുന്നു. നിയമം ഉണ്ടാക്കാനുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നു. സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ച് ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം ഗവർണർക്ക് നൽകുന്നു. ആക്ട് രൂപീകരിക്കാനുള്ള നിയമങ്ങൾ, അവയ്ക്ക് നിയമപ്രാബല്യം നൽകാനുള്ള അധികാരം നിയമസഭയ്ക്ക് നൽകുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ അധികാരം എന്നുള്ളത് നമ്മൾ വ്യക്തമായി പഠിച്ച് 309 നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കയറ്റിയിരുത്തിയതാണ്. അടുത്തത് 310 ഈ 310 പറയുന്നത് ടെനുവർ ഓഫ് സർവീസിനെ പറ്റിയാണ്. ടെനുവർ ഓഫ് സർവീസിനെ പറ്റിയാണ് ഇവിടെ പറയുക. എന്താണ് ഈ ടെനുവർ ഓഫ് സർവീസ്? നിങ്ങൾ സർവീസിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ കാലാവധി, അതിനെപ്പറ്റി ഭരണഘടന പറയുന്നത് കേന്ദ്ര സിവിൽ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റിന് ഇഷ്ടമുള്ളിടത്തോളം കാലം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പദവിയിൽ തുടരാമെന്നാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പെൻഷൻ പ്രായമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻ പ്രായം ഫിക്സ് ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണ്. പിന്നെ അവിടെ ഇഷ്ടക്കേടുണ്ടായാൽ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം, അതുമുണ്ട്. ശിക്ഷണ നടപടികൾ കൈക്കൊള്ളുന്നൊരവസ്ഥ വന്നാൽ പിരിച്ചുവിടാം. ആ ടെനുവറിനെ പറ്റിയാണ് പറയുന്നത്. സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ചാണെങ്കിലും ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം എന്നുള്ള രീതിയിൽ ആ ടെനുവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോഴതുമല്ല ഇതിൻ്റെ ഉത്തരവെന്ന് നമുക്ക് മനസ്സിലായി. ഇനി 311 കടക്കുമ്പോൾ ആർട്ടിക്കിൾ 311 എന്താ പറയുന്നത്? കേരള സിവിൽ സർവീസിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ജീവനക്കാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനോ അയാളെ തരം താഴ്ത്താനോ ഉള്ള അധികാരം അയാളുടെ നിയമനാധികാരിയേക്കാൾ താഴ്ന്ന തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനില്ല, ഒരു അധികാര സ്ഥാനത്തിനില്ല എന്നാണ് പറയുക. ഇതൊരു സേഫ്റ്റി തന്നെയാണ്. നമ്മൾ സർക്കാർ സർവീസ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. നമ്മളെ
ഒരു തസ്തികയിലേക്ക് നിയമിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? അപ്പോയിന്റിംഗ് അതോറിറ്റിക്കാണ്. അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് താഴെയുള്ള ഒരു അതോറിറ്റിക്ക് നമ്മളെ പിരിച്ചുവിടാനോ അതുപോലെ തന്നെ നമ്മളെ തരം താഴ്ത്താനോ കഴിയുകയില്ല. അവിടെ ജീവനക്കാർക്ക് ഭരണഘടനാപരമായ ഒരു സുരക്ഷ ഉറപ്പാവുകയല്ലേ? അപ്പോൾ ഇവിടെ ഉത്തരം നമ്മളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിരിക്കുന്നു. 311 ഓപ്ഷൻ സി. സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന അനുച്ഛേദം 311. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം. ഇത് നിങ്ങൾ ഉത്തരം പറയും. ഞാൻ സൂചന തരാം. ഞാൻ പറഞ്ഞു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കണമെങ്കിൽ അതിന് ഗവർണർ ഒരു ചട്ടം പുറപ്പെടുവിക്കണം. ആ ചട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, കാസ്റ്റ് സ്പെഷ്യൽ ചട്ടങ്ങൾ 2017 ഇങ്ങനെ ഒരു ചട്ടം പുറപ്പെടുവിക്കണമെങ്കിൽ അത് ആർട്ടിക്കിൾ 309 പ്രകാരമായിരിക്കും. ഈ ആർട്ടിക്കിൾ 309 പ്രകാരം പുറപ്പെടുവിക്കുന്ന ചട്ടങ്ങൾക്ക് പ്രാബല്യം ലഭിക്കണമെങ്കിൽ അത് നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിലൂടെ ആയിരിക്കും. അങ്ങനെ നിയമസഭ പാസാക്കിയ ഒരു നിയമം മാത്രമേ കേരളത്തിൽ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ആ നിയമം ഏതായിരുന്നു? ഓപ്ഷൻ ഡിയിൽ പറയുന്ന കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 ആണ്. സർവശക്തനായ നിയമം കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. KSR രൂപീകരിക്കാൻ KSRന്റെ ഇനാക്ടിംഗ് ആക്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഏതെങ്കിലും ഒരു ചട്ടം പറഞ്ഞിട്ട് അതിന് നിയമപ്രാബല്യം നൽകുന്ന ആക്ട് ഏതാണ്? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം ഏതാണ്? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ആർട്ടിക്കിളിലേക്ക് ചോദിച്ചാൽ നമ്മൾ 309 പറയും. ഈ രണ്ട് കൂട്ടരെയും വ്യക്തമായി നമ്മുടെ മാറോടടക്കി വെക്കുക. ഏതൊക്കെയാണ്? 309 കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 ആണ്. സംശയമില്ല. കേരളത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരണത്തിന് ആധാരമായ ചട്ടം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, 2017 കാസ്റ്റ് ചട്ടങ്ങൾ. ഇനി ഒരു പോയിന്റ് കൂടി കാസ്റ്റിനെ പറ്റി, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ പറ്റി നിങ്ങൾ അറിയണം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ശുപാർശ ചെയ്ത ഭരണപരിഷ്കാര കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ EK നായനാർ അധ്യക്ഷനായ 3ാം ഭരണപരിഷ്കാര കമ്മീഷൻ. 1997 EK നായനാർ ചെയർമാനായ 3ാം ഭരണപരിഷ്കാര കമ്മീഷനാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ശുപാർശ ചെയ്ത. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കാസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 2018 ജനുവരി 1 മുതൽ കേരളത്തിൽ നിലവിൽ വന്ന ഒരു പുതിയ സർവീസാണ് കാസ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ആ സർവീസ് രൂപീകരിക്കുന്നതിന് ആധാരമായ നിയമം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഏതാണ്? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 ആണ്. ചട്ടങ്ങൾ 2017 കാസ്റ്റ് ചട്ടങ്ങളാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ശുപാർശ ചെയ്ത ഭരണപരിഷ്കാര കമ്മീഷൻ EK നായനാർ ചെയർമാനായ 3ാം ഭരണപരിഷ്കാര കമ്മീഷനാണ്. കാസ് നിലവിൽ വന്നത് 2018 ജനുവരി 1 മുതൽ. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ്. സിവിൽ സർവീസിനെ പറ്റിയുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. മറ്റൊരു ചോദ്യം, കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ആപ്ലിക്കേഷൻ സഞ്ജയ സേവന സമഗ്ര സ്പാർക്ക്. സഞ്ജയ സേവന സമഗ്ര സ്പാർക്ക് എന്തായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക? ഒരു സംശയവുമില്ല, നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക സ്പാർക്കാണ്. നിങ്ങൾ ഇപ്പോൾ ഉദ്യോഗാർത്ഥികളാണ്. നാളെ റാങ്ക് ലിസ്റ്റുകളിൽ കടന്നുകൂടി നിയമനം ലഭിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾ കേരള സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അങ്ങനെ കേരള സിവിൽ സർവീസിൻ്റെ ഭാഗമായി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യുന്ന ദിവസം തന്നെ നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഫോമാണ് ഫോം നമ്പർ 1. ആ ഫോം നമ്പർ 1-ൽ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ശമ്പളം നൽകേണ്ടതുണ്ട്, നിങ്ങളുടെ സേവന വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷനിൽ ഈ ഫോം 1 ഉപയോഗിച്ച് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നു. അത് സ്പാർക്കാണ്. സ്പാർക്ക് എന്ന ആപ്ലിക്കേഷൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷനാണ്. മറക്കരുത്, സ്പാർക്ക്. SPARK. ഫുൾ ഫോമും ചോദിക്കാം. S for service, P for payroll, A for administrative, R for repository, K for കേരള. ഇപ്പൊ സ്പാർക്കിന്റെ ഫുൾ ഫോം എന്താ? സർവീസും പേറോളും. സർവീസ് ആൻഡ് പേറോൾ. അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി. നിങ്ങളുടെ സർവീസ് സംബന്ധിച്ച വിവരങ്ങൾ
നിങ്ങളുടെ പേറോൾ, നിങ്ങളുടെ പേയെ പറ്റിയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പേയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അതിൽ നിന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ അവിടെ നടക്കുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള എന്നതാണ് സ്പാർക്കിന്റെ ഫുൾ ഫോം. നാളെ ഒരു ക്വസ്റ്റ്യനിൽ സ്പാർക്കിന്റെ ഫുൾ ഫോം നമുക്ക് എഴുതേണ്ടി വന്നാൽ ഓർക്കുക, സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്പാർക്ക് എന്നറിയപ്പെടുന്ന സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. ഈ സ്പാർക്കിൽ അംഗങ്ങളായ നിങ്ങൾക്ക് ഒരു യുണീക്ക് നമ്പർ ലഭിക്കും. ആ നമ്പറിന്റെ പേര് പെൻ എന്നാണ്. PN, പെൻ. നിങ്ങൾ സർവീസ് ജോയിൻ ചെയ്തു, നിങ്ങൾ ഈ ഫോം നമ്പർ 1 കൊടുത്തു. 1 കൊടുത്തു കഴിഞ്ഞാൽ സ്പാർക്കിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ സ്പാർക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു യുണീക്ക് നമ്പർ കിട്ടും. കാരണം നിങ്ങളുടെ നമ്പർ വേറൊരാൾക്കുണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയാൽ നമ്മുടെ നമ്പർ വേറൊരാൾക്കുണ്ടാവില്ല. ആധാർ നമ്പർ നമ്മുടെ നമ്പർ നമുക്ക് മാത്രമേ ഉണ്ടാവൂ. അതുപോലെ പാൻ ഉണ്ടല്ലോ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്ന ഇൻകം ടാക്സിലെ നമ്പർ, അതൊരു യുണീക്ക് നമ്പറാണ്. അതുപോലെ നമുക്കൊരു യുണീക്ക് നമ്പർ അവിടെ ലഭിക്കും. ആ നമ്പർ പെൻ എന്നാണ് അറിയപ്പെടുക. പെൻ എന്നുള്ളതിന്റെ ഫുൾ ഫോമും നിങ്ങൾ അറിയണം. പെർമനന്റ് എംപ്ലോയി നമ്പർ. എന്താണ് പെർമനന്റ് എംപ്ലോയി നമ്പർ? പുതിയ ജീവനക്കാർക്കുള്ള രജിസ്ട്രേഷൻ ഫോം എന്താണ്? സ്പാർക്കിലേക്കുള്ള രജിസ്ട്രേഷൻ ഫോം, ഫോം നമ്പർ 1. ഇതോടൊപ്പം ഒരു കൊച്ചു കാര്യം കൂടി ഒന്ന് അറിയുക. ഇത് സംയോജിത വ്യക്തിഗത ശമ്പള സേവന വിവരങ്ങൾ എന്ന ഒരു വിശേഷണം കൂടി പഠിച്ചു വെക്കണം. കാരണം ഡിഗ്രി തലത്തിലുള്ളൊരു ചോദ്യത്തിൽ ഒരു ജോഡി ഇങ്ങനെ ചോദിച്ചാണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാത്തത് അത്രയും ദുർഗ്രഹമായ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട്. പക്ഷേ ആ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടത് ഒരു സൈഡിൽ സ്പാർക്ക് ഉണ്ട്, മറ്റൊരു സൈഡിൽ സംയോജിത വ്യക്തിഗത ശമ്പള സേവന വിവരങ്ങൾ എന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൂട്ടിയോജിപ്പിക്കേണ്ടത്, അപ്പോൾ ആ സംയോജിത വ്യക്തിഗത ശമ്പള സേവന വിവരങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രേറ്റഡ് പേഴ്സണൽ പേറോൾ ആൻഡ് അക്കൗണ്ട്സ് എന്ന് കാണുമ്പോഴേ നമുക്കറിയാം സ്പാർക്കുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ സ്പാർക്കിനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. നിങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് പെന്ന്? സ്പാർക്കിൽ നിങ്ങൾക്ക് ജീവനക്കാർക്ക് ലഭിക്കുന്ന ആ യുണീക്ക് നമ്പറിന്റെ പേരാണ്, തനത് നമ്പറിന്റെ പേരാണ് എന്ത്? പെൻ. പെന്നിന്റെ ഫുൾ ഫോം എന്താണ്? പെർമനന്റ് എംപ്ലോയി നമ്പർ. പുതിയ ജീവനക്കാർക്കുള്ള രജിസ്ട്രേഷൻ ഫോം എന്താണ്? സ്പാർക്കിലേക്കുള്ള രജിസ്ട്രേഷൻ ഫോം ഏതാണ്? ഫോം നമ്പർ 1 ആണ്. ഫുൾ ഫോം എന്താണ്? സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോസിറ്ററി ഫോർ കേരള. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി എല്ലാവർക്കും അറിയാം. ഇ ഹെൽത്ത് ആണോ? അല്ല. ഇ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഹെൽത്തുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികൾ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റ് പോർട്ടലാണ് ഇ ഹെൽത്ത്. അതല്ല. പിന്നെ ആരോഗ്യ കിരണമാണോ? ആരോഗ്യ കിരണമല്ല. ആരോഗ്യ കിരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്നത്. ആവാസ് എന്ന് പറയുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ്. അപ്പോൾ ഇത് മൂന്നുമല്ല. ഏതാണ് വരിക? മെഡിസെൻ. എന്താണ് മെഡിസെൻ? കേരള സംസ്ഥാന സിവിൽ സർവീസിലെ ജീവനക്കാരുടെയും അവിടെ നിന്ന് റിട്ടയർ ചെയ്തു പോകുന്ന പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെൻ. നേരത്തെ നമ്മൾ സ്പാർക്കിനെ പറ്റി പഠിച്ചിരുന്നു. സ്പാർക്കിനെ പറ്റി പഠിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യത്തോട് ഈ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയെ പറ്റി പഠിക്കൂ. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസെൻ. നിങ്ങളൊരു സർക്കാർ ജീവനക്കാരനാണെങ്കിൽ മെഡിസെപ്പിലേക്കുള്ള വിഹിതമായി നിങ്ങൾ പ്രതിമാസം 500 രൂപ നൽകേണ്ടി വരും. അപ്രകാരം പ്രതിവർഷം 12 × 500 6000 രൂപ നിങ്ങൾ ഇൻഷുറൻസ് പ്രീമിയമായി അടയ്ക്കേണ്ടി വരും. അത് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ റിക്കവർ ചെയ്യുന്നതാണ്. ഇവിടെ കേരള സിവിൽ സർവീസിനെ പറ്റിയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ഒരു മഹത് വചനത്തോടു കൂടി നമുക്കിന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരു മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവൻ എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. നാളെ നിങ്ങൾ സിവിൽ സർവീസിൻ്റെ ഭാഗമായി മാറുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണിത്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ
നിഷ്പക്ഷമായും സത്യസന്ധതയോടും കാര്യക്ഷമതയോടും സിവിൽ സർവീസ് പ്രവർത്തനം നടത്തുവാൻ നിങ്ങൾക്ക് കഴിയും. ഇതാരാണ് പറഞ്ഞത് എന്ന കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ആർക്കാണിത് പറയാൻ കഴിയുക? തൻ്റെ ജീവിതമാണ് തൻ്റെ സന്ദേശമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. ഇത് പലപ്പോഴും ഈ ഉദ്ധരണി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുൻപ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരു മുഖമോർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവൻ എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. ഓർക്കൂ, ശക്തമായ അടിത്തറയിൽ നിന്ന് മാത്രമേ നമുക്ക് ഒരു മനോഹരമായ സൗധം പണികഴിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനെ സംബന്ധിച്ച നിങ്ങളുടെ അറിവുകൾ, അടിസ്ഥാന അറിവുകൾ നേടിക്കൊണ്ട് നിങ്ങൾ പഠനം മുന്നോട്ട് പോകുമ്പോൾ ആ പഠനം ആസ്വാദ്യകരമായി തീരും. നിങ്ങളെ അത് പരമാവധി നിങ്ങൾക്കത് സഹായകരമാകും. ഇവിടെ സിവിൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 14-ാം ഭാഗം. അത് സിവിൽ സർവീസിനെ പറ്റിയും പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയും ഉള്ളതാണ്. ഈ ഒരു ഭരണഘടനാ ഭാഗത്തിലെ ആ 308 മുതൽ 323 വരെ വരുന്ന ആർട്ടിക്കിളുകൾ കഴിയുമെങ്കിൽ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. ഭരണഘടന നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇന്ത്യൻ ഭരണഘടനയുടെ PDF ലഭിക്കും. അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. LGS LDC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. പരീക്ഷകൾക്കും വെറും 1399 രൂപയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാം, അതും ഒരു വർഷത്തേക്ക്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ വീഡിയോ ക്ലാസ്സുകളോടൊപ്പം 2 ലക്ഷത്തിലധികം ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് എക്സാമിനായി തയ്യാറെടുക്കാം. അപ്പോൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തൂ. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ ഇയർ എൻഡ് ചാലഞ്ചിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്ട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് അഥവാ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ 10th ലെവൽ LDCക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഈസി ആയിട്ട് നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി ഈ ഒരു 10th ലെവൽ മാത്രമാണോ ആ ഒരു ടോപ്പിക്കുകൾ വരുന്നത്? അല്ല, നമുക്ക് ഡിഗ്രി ലെവൽ മെയിൻസിലേക്ക് പോകുമ്പോൾ അവിടെയും നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ഇമ്പോർട്ടൻ്റ് ആക്ട്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ നമ്മൾക്ക് 10th ലെവലിൽ നമ്മളുടെ LDC സിലബസിൽ തന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആക്ട്സുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. LDCയുടെ ഓരോ സിലബസും എടുത്ത് ഓരോ സബ്ജക്റ്റും നിങ്ങൾ നല്ല രീതിയിൽ മാക്സിമം ടൈം കണ്ടെത്തി തന്നെ പഠിക്കുക. നല്ല സമയം കിടപ്പുണ്ട്. വെറുതെ ഓട്ടിച്ച് വായിച്ചു പോയി അവസാനം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ പുകമയത്തിൽ ഇരിക്കരുത്. ഓരോ ടോപ്പിക്കും ക്ലിയർ ആയിട്ട് നല്ലതുപോലെ പഠിച്ച് നല്ല ഫുൾ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയി എന്നുള്ള ഒരു രീതിയിൽ എത്തുമ്പോഴത്തേക്കേ നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാവുള്ളൂ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഓരോ ടോപ്പിക്കും എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് ആ ഒരു വെറുതെ നമുക്കൊന്ന് പാസ്സായാൽ പോരല്ലോ. നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് നമുക്കൊരു 100ന് മുകളിലുള്ള റാങ്കിലേക്ക് വരണമെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തവർക്ക് മാത്രമേ അതിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും നമ്മളുടെ ക്ലാസ്സസ് കാണുന്ന ഓരോരുത്തരും എന്ത് ചെയ്യുക? ഓരോ ടോപ്പിക്കും എടുത്ത് നല്ല വൃത്തിയായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ആക്കുക. മാക്സിമം സോഴ്സസ് കണ്ടെത്തുക. ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? മാക്സിമം നമുക്ക് ആ ഒരു ടോപ്പിക്കുമായിട്ട് ഇപ്പൊ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുന്നു, ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ എവിടെ നിന്ന് കിട്ടുമോ അതെല്ലാം കളക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിക്കുമ്പോൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ടൈം എക്സാമിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് റിവിഷൻ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് ഉപകരിക്കും. ഓക്കെ, അപ്പൊ നല്ലതുപോലെ പഠിക്കുക. അപ്പൊ നമുക്ക് നമ്മളുടെ ചാലഞ്ചിലേക്ക് പോകാം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്ട്സിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നിയമങ്ങൾ എന്ന് പറയുന്നത് സാധാ പരീക്ഷകൾക്കൊന്നും അധികം കാണാത്ത ഒരു ടോപ്പിക്കാണ്.
പക്ഷേ നമ്മൾക്ക് ഈ ഒരു സിലബസിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ നിയമങ്ങൾ കാണുമ്പോൾ തന്നെ, നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ നിയമങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെ പല സിറ്റുവേഷൻസിൽ നമുക്ക് ആവശ്യമുള്ള നിയമങ്ങൾ, സാധാരണ ഒരു പൗരൻ അറിഞ്ഞിരിക്കേണ്ട കുറെ നിയമങ്ങളാണ് നമ്മളുടെ PSC സിലബസിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. വൈകാതെ തന്നെ നമ്മുടെ സ്കൂൾ ലെവലിലേക്കും ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ നിയമങ്ങളൊക്കെ ഇനിയും ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിലേക്കും ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്കൂൾ ലെവലിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും അത് സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നിയമ പഠനം എളുപ്പമാക്കാനായിട്ട് സാധിക്കുന്നതെന്ന് നോക്കാം. കുറെ പേർക്ക് നിയമം എന്ന് കേൾക്കുമ്പോൾ കുറച്ച് പേടി തോന്നാം അല്ലേ? ഞങ്ങൾ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല, നിയമം പഠിക്കാൻ പാടാണ്, സെക്ഷൻസ് പഠിക്കാൻ പാടാണ് എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഏത് സബ്ജക്റ്റിനേക്കാളും സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ സുപ്രധാന നിയമങ്ങൾ അഥവാ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമുക്ക് ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് സഹായിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ആ ഒരു സിലബസ് എടുക്കുക. നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളും സിലബസ് നോക്കിയായിരിക്കും പഠിക്കുന്നത്, എങ്കിലും ആ ഒരു സിലബസ് എടുക്കുക. സിലബസ് എടുത്തിട്ട് ഈ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് അഥവാ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് ഏതൊക്കെ നിയമങ്ങളാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ കമ്മീഷനുകളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, വെറുതെ പോയി ഒരു നിയമം അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പഠിച്ച് അങ്ങനെ ഒരു വർഷത്തോളം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാനല്ല പറയുന്നത്. കറക്റ്റായിട്ട് ആ ഒരു സിലബസ് എടുക്കുക. സിലബസ് എടുത്തതിന് ശേഷം നിങ്ങൾ നോക്കുക ഏതൊക്കെ നിയമങ്ങൾ, ഒരു 5 ഭാഗങ്ങളായിട്ടാണ്, 5 സെക്ഷൻസ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സിലബസിലെ സുപ്രധാന നിയമങ്ങൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ നിയമങ്ങൾ ഓരോന്നിലും ഏതൊക്കെ നിയമങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം, ഏതൊക്കെ പോർഷൻസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു സിലബസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ നിയമം പഠിക്കാനായിട്ട് പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? സിലബസ് പ്രകാരം പഠിക്കേണ്ടുന്ന നിയമങ്ങൾ ഏതെല്ലാം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കി, സിലബസ് എല്ലാം നോക്കി, ഏതൊക്കെ നിയമങ്ങളൊക്കെ പഠിക്കാനുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയല്ലോ. അതിനുശേഷം രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ ഒരു ടോപ്പിക്കുമായി ബേസ് ചെയ്തുകൊണ്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് ആദ്യമേ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടും SC ST നിയമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക. കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് ജസ്റ്റ് അതിലോട്ടൊന്ന് നോക്കുക, ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഏത് ടോപ്പിക്കിലാണ് PSC കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാകും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അതാണ് നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിയമങ്ങൾ എടുത്തു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കണം. നമ്മളെ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട്, മെയിൻലി വിവരാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ആരാണ്, ആദ്യ ചെയർമാൻ ആരാണ്, മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാൻ, നിലവിലെ ചെയർമാൻ എന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അല്ലെ? സോ നിങ്ങൾ അവിടെയും എന്ത് ചെയ്യുക? അതും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. സിലബസ് കണ്ടിട്ടുള്ളവർക്കറിയാം നമുക്ക് അവിടെ എന്ത് പഠിക്കാനുണ്ട്? കമ്മീഷനുകളെ കുറിച്ചും പഠിക്കാനായിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിനകത്ത് നിലവിലെ ചെയർമാൻമാർ ആരാണെന്ന് കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുക. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു നോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുക. അതാണ് അടുത്ത ചെയ്യേണ്ട കാര്യം. ഓക്കെ, കാരണം നമ്മളിപ്പം ഒരു കമ്മീഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ ഓരോ വ്യക്തികൾ, കുറെ വ്യക്തികളുടെ പേര് നമ്മളിങ്ങനെ പഠിക്കുകയാണ്. ഇതെല്ലാം നമ്മളിങ്ങനെ കേട്ട് പോയിട്ട് അവസാനം എക്സാം ഹാളിൽ പോയി ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കും. 4 വ്യക്തികൾ, ഈ വ്യക്തികളെല്ലാം നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ച വ്യക്തികളാണ്, പക്ഷേ എവിടെയുള്ള വ്യക്തികളാണെന്നുള്ള കൺഫ്യൂഷൻ വരും. അത് PSCക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് എപ്പോഴും നിലവിലെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിക്കും, മനുഷ്യാവകാശ
ശുപാർശ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിക്കും. കുറേ പേർക്ക് അത് എന്തായാലും ഉറപ്പായിട്ടും തെറ്റിപ്പോകുമെന്ന് PSCക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ക്വസ്റ്റ്യന് PSC കൂടുതൽ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത്. സോ ഇനി എന്ത് ചെയ്യാം, നിലവിലെ കമ്മീഷൻ ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അവിടെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യാം, മാക്സിമം മാർക്ക് കിട്ടാനുള്ള ഒരു വഴിയാണ്. ഇനി രണ്ടാമത്തെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ശുപാർശ കമ്മിറ്റിയെ കുറിച്ചിട്ടാണ്. ശുപാർശ കമ്മിറ്റി അതായത് ഇപ്പോൾ ഓരോ കമ്മീഷനുകൾ രൂപീകരിക്കുമ്പോൾ നമ്മൾ ആ നിയമം പഠിക്കുന്ന സമയത്ത് ഈ കമ്മീഷനുകളിലേക്ക് എന്താണ് ചെയർമാനെയും അംഗങ്ങളെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെന്നോ ഗവർണർ ആണെന്നൊക്കെ നമ്മൾ പഠിക്കും. അവർക്ക് വേണ്ടുന്ന ശുപാർശ നൽകുന്ന ഒരു കമ്മിറ്റി, ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അവരെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് PSC ഇപ്പം റീസെന്റ് ആയിട്ട് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. കാരണം അത് തന്നെയാണ് എന്തായാലും കുറെ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുമെന്നുള്ള ഡൗട്ട്, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും നല്ല ഡൗട്ട് വരുന്നുള്ള കാര്യം PSCക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ശുപാർശ കമ്മിറ്റി ഇപ്പം കൂടുതലായിട്ടും നമ്മുടെ PSC ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് ഏത് നിയമം പഠിച്ചാലും ഏത് കമ്മീഷനെ കുറിച്ച് പഠിച്ചാലും ആ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന ശുപാർശ കമ്മിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ച് പഠിക്കുക. വിവരാവകാശ നിയമം അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷന്റെ അപ്പോയിന്റ് ചെയ്യുന്ന ശുപാർശ കമ്മിറ്റി ആയിരിക്കത്തില്ല മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളത്. അവിടെ വ്യക്തികളിൽ എന്ത് ചെയ്യാറുണ്ട്, വ്യത്യാസങ്ങൾ വരാറുണ്ട്. സോ എന്ത് ചെയ്യാം, അവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഈ ഒരു ടോപ്പിക്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നിങ്ങളിപ്പം സാധാ രീതിയിൽ സാധാ സബ്ജക്റ്റുകൾ പഠിക്കുന്നത് പോലെ എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ പഠിച്ച് പോവാണ്. അല്ലെങ്കിൽ ഒരു ക്ലാസ് കേട്ട് ഇങ്ങനെ വെറുതെ കേട്ടിരുന്ന് പഠിച്ചു പോവുകയാണ്. പക്ഷേ ഇത് എളുപ്പമാക്കാൻ, ഈ ഒരു നിയമം പഠിക്കുന്നത് എളുപ്പമാക്കാൻ ഒരു വഴിയുണ്ട്. അതായത് നമുക്ക് എല്ലാ നിയമം, നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന നിയമങ്ങളുടെ എല്ലാം PDF, മലയാളം PDF നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ആ ഗൂഗിൾ ചെയ്തിട്ട് ആ PDF എടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്ട് പഠിച്ച് ബോർ അടിക്കുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു PDF ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്, ഇന്ന കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മാർക്ക് ചെയ്ത് വെക്കാം. സാധാ രീതിയിൽ നോട്ട് പഠിക്കുന്നതിലും ഉപകരിക്കും എന്ത്, ഈ PDF വായിച്ച് നോക്കുകയാണെങ്കിൽ. PDFന്റെ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കും. പിന്നീട് എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ നേരെ മൈൻഡ് എങ്ങോട്ട് പോകും, ആ വായിച്ച PDFിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറെ പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്താണ്, മലയാളം PDF, ഓരോ നിയമങ്ങളുടെയും മലയാളം PDF എടുത്ത് ചെയ്യാം, വായിച്ചു നോക്കുക. അത് നിങ്ങൾ വിചാരിക്കും ഇത് ഒരുപാട് ടൈം കളയുന്ന ഒരു പ്രോസസ് അല്ലേ, അല്ലെങ്കിൽ അത് വായിച്ചാൽ മനസ്സിലാകത്തില്ല എന്നൊക്കെ വിചാരിക്കും. ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ഒരു ടോപ്പിക് ഇപ്പം വിവരാവകാശ നിയമം പഠിക്കുകയാണെങ്കിൽ നിയമം പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പോയി PDF വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ ഒരു ഓവറോൾ ഒരു ഐഡിയ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിയമം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, നിയമം പഠിക്കുന്നതോടൊപ്പം തന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. നിയമം അതേപടി മൊത്തത്തിൽ എഴുതി വെക്കാനല്ല ഞാൻ പറയുന്നത്, ഓരോ കാര്യങ്ങൾ, അതായത് ഇപ്പം ഒരു നിയമം പഠിക്കുന്നു, ഇപ്പം ഒരു സെക്ഷൻ നിങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു, അപ്പോൾ എന്ത് ചെയ്യാം, സെക്ഷൻ ഇന്ന കാര്യം എന്ന് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അത് പിന്നീട് റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓർക്കാൻ ബുദ്ധിമുട്ടായ കാര്യം പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്ത് പഠിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് ഫുൾ മാർക്ക് നേടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ നിയമത്തിനെ കുറിച്ച് ഇനി ആരും പേടിക്കേണ്ട കാര്യമില്ല. നിയമം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള നിയമങ്ങൾ മാത്രമേ PSC സിലബസ് ആഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വലിയ വലിയ നിയമങ്ങളും കാര്യങ്ങളും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, PSC ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ നിയമങ്ങളാണ് നമ്മളുടെ PSC ഇതിനകത്ത് സിലബസിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നിയമം എന്ന് പറയുന്നത് എന്താണ്, 1955
നിലവിൽ വന്ന ഒരു നിയമമാണെന്ത്? പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. എന്താണ്? പൗരാവകാശ സംരക്ഷണ നിയമം. ഈ മലയാളം പഠിക്കുന്ന സമയത്ത് തന്നെ കൂടെ തന്നെ എന്ത് ചെയ്യാം? ഇംഗ്ലീഷ് പേര് കൂടി പഠിച്ചു വെച്ചിരിക്കുക. കാരണം എന്ത് ചെയ്യാം? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് മലയാളത്തിൽ എഴുതിക്കൊണ്ട് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? ആ ഒരു ടോപ്പിക്ക് പഠിച്ചു വെക്കാൻ. ഓക്കെ, അപ്പൊ 1955 വന്ന ഒരു നിയമമാണ് പൗരാവകാശ സംരക്ഷണ നിയമം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഇതെന്താണ്? ഇതിനകത്ത് പൗരന്മാരുടെ അവകാശങ്ങളെ കുറിച്ചിട്ടാണോ ഇതിനകത്ത് പറയുന്നത് എന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. ഈ നിയമത്തിനൊരു പഴയ പേരുണ്ടായിരുന്നു. എന്താണ്? തൊട്ടുകൂടായ്മ നിരോധന നിയമം, അല്ലെ? തൊട്ടുകൂടായ്മ നിരോധിച്ചു കൊണ്ടുള്ള ഒരു നിയമമാണ് 1955 ആ ഒരു നിയമം എന്ന് പറയുന്നത്. എന്നാൽ അത് പിന്നീട് അതിന്റെ പേര് മാറ്റി പുനർനാമകരണം ചെയ്താണ് എന്ത് പേരിലോട്ടാക്കിയത്? പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് അതാക്കിയത്, അല്ലെ? അപ്പൊ അതാ ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് പഠിക്കേണ്ടുന്ന ഒരു വളരെ ചെറിയൊരു നിയമമാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ വലിയ നിയമമാണെന്നൊന്നും വിചാരിക്കേണ്ട. എന്താണ്? തൊട്ടുകൂടായ്മയൊക്കെ ചെയ്താലുള്ള ശിക്ഷാ നടപടികളെയൊക്കെ കുറിച്ചുള്ള ചെറിയ ചെറിയ നിയമങ്ങളാണ്. ഓക്കെ, അപ്പൊ 1955 പൗരാവകാശ സംരക്ഷണ നിയമം നമ്മൾ പഠിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട, ഇപ്പം കൂടുതലായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണെന്ത്? SC ST കാർക്കെതിരായിട്ടുള്ള ഈ ഒരു നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ നിയമത്തിന്റെ പേരൊന്ന് പറഞ്ഞേ. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം. വർഷം ഒന്ന് നോക്കിക്കേ, 1989. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാണ്, നമ്മൾ ഈ നിയമം പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതിന്റെ വർഷം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ചോദിക്കുന്നതാണ്, പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ചോദിക്കുന്ന ചോദ്യമാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ആദ്യം പഠിക്കുമ്പോൾ തന്നെ ഓർത്ത് വെച്ചിരിക്കുക, പൗരാവകാശ സംരക്ഷണ നിയമം 1955 ആണ്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം, അതായത് പട്ടികജാതിക്കാരോടോ പട്ടികവർഗക്കാരോടോ എന്തെങ്കിലും അതിക്രമങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷാ നടപടികളെ കുറിച്ച് പറയുന്ന നിയമമാണ് ഏത്? ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വർഷം പഠിച്ചല്ലോ. 1989 എന്ത് ചെയ്യുന്നത്? പട്ടികജാതിക്കാരുടെ സംരക്ഷണത്തിനായിട്ട് ഈ ഒരു നിയമം വരുന്നത്. ഈ രണ്ട് നിയമങ്ങളും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെച്ചല്ലോ. 1955 പൗരാവകാശം, 1989 എന്ത്? പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു നിയമത്തിലേക്ക് വരാം. ഇത് നിങ്ങൾ ജസ്റ്റ് സിലബസിനകത്ത് നിയമമായിട്ട് കാണത്തില്ലായിരിക്കും. മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നായിരിക്കും അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു കമ്മീഷനുകൾ രൂപീകരിക്കാൻ കാരണമായ നിയമമാണേത്? ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന കാര്യങ്ങൾ വേണം, ഇന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന രീതിയിലായിരിക്കണം, മനുഷ്യാവകാശ കോടതികളുണ്ട്, അതിന്റെ രൂപീകരണത്തിനും കൂടെ ആയിട്ട് നിലവിൽ വന്ന നിയമമാണ് ഏത്? 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നമുക്ക് പഠിക്കുമ്പോൾ അത് നിയമം എന്ന് പറയുമ്പോൾ ഈ കമ്മീഷനുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി വന്ന നിയമമാണ്. സോ അതിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു നിയമത്തെ കുറിച്ചും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ആ വർഷം ഒന്ന് പഠിച്ചു വെച്ചേ. 1993 എന്ത് ചെയ്യുന്നത്? ഈ ഒരു മനുഷ്യാവകാശ സംരക്ഷണ നിയമം അഥവാ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്നു. ആദ്യമേ പണ്ട് കാലത്തുള്ള ആ ഒരു നിയമം 1955 പൗരാവകാശ സംരക്ഷണം, 1989 SC ST കാർക്കുള്ള നിയമം, 1993 എന്ത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ക്ലിയർ ആയില്ലേ മക്കളെ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കി നിയമങ്ങളിലേക്ക് കടക്കാം. PSCക്ക്
ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിയമമാണ്. ഏതാണ്? വിവരാവകാശ നിയമം അല്ലെ? ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ RTI ആക്ട് എന്ന് പറയും. RTI ആക്ട്. ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ RTI ആക്ട്. ഓക്കെ, PSC ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു നിയമമാണ് ഈ ഒരു നിയമം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നിയമമാണ്. പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് പരീക്ഷയ്ക്കും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു നിയമമാണ് അല്ലെ? അപ്പൊ വിവരാവകാശ നിയമത്തിന്റെ വർഷം ഒന്ന് പഠിച്ചേ. 2005 എന്ത് വരുന്നത്? വിവരാവകാശ നിയമം നമ്മുടെ ഇന്ത്യയില് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ വിവരാവകാശ നിയമം പഠിച്ചു. ഇനി അടുത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയമമുണ്ട്. എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു നിയമമാണ് ഇത്. 2005 തന്നെ നിലവിൽ വന്ന വിവരാവകാശവും എന്താണ് ഈ ഒരു നിയമവും 2005 തന്നെയാണ്. എന്താണ് ആ നിയമത്തിന്റെ പേരൊന്ന് നോക്കിക്കേ. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം. അതിനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ഇതിനെ ഷോർട്ട് ആക്കി ഇങ്ങനെയാണ് എല്ലാവരും വിളിക്കുന്നത്. എന്താണ്? ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അല്ലെങ്കിൽ DVA ആക്ട്. ഓക്കെ, DVA ആക്ട് അല്ലെങ്കിൽ DV ആക്ട് എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, സോ വനിതകൾക്ക് വേണ്ടിയിട്ട്, അതായത് ഗാർഹിക പീഡനങ്ങൾ, ആ പേരിൽ തന്നെ ഉണ്ട് കാര്യങ്ങൾ അല്ലേ? ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണേത്? ഈ ഒരു നിയമം എന്ന് പറയുന്നത്. അതും നിലവിൽ വന്ന വർഷം എന്ന് പറഞ്ഞേ മക്കളെ 2005. അപ്പൊ ഇത് പഠിച്ചു തീരുന്നതോടൊപ്പം നമ്മൾ ആ വർഷം പഠിച്ചു തീർക്കാൻ പോവുകയാണ് കേട്ടോ. അവിടെ പൗരാവകാശ സംരക്ഷണ നിയമമൊക്കെ വർഷം ഓർമ്മയുണ്ടല്ലോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ആ 2 നിയമങ്ങളും കഴിഞ്ഞു. ഇനി വനിതകൾ കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിലേക്കാണ്. അതിന്റെ പേരാണ് എന്ത്? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം. വർഷം നോക്കിക്കേ, 2007. ഓക്കെ, 2007 എന്ത് ചെയ്യുന്നത്? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമം നിലവിൽ വരുന്നത്. ഇത് വർഷം പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഈ ഒരു നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഏതാണ് മക്കളെ? 2007. ഓക്കെ, അപ്പൊ 2005 2 നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വിവരാവകാശ നിയമവും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടും. അതുപോലെ 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിനായിട്ട് എന്ത് വരുന്നത്? ഒരു നിയമം വരുന്നത്. ആ നിയമത്തിന്റെ പേരാണ് പറയുന്നത് ദ മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007. എന്താണ്? ദ മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ. ഇത് നേരെ മലയാളത്തിലോട്ട് എഴുതി, ഇംഗ്ലീഷിലെ വേർഡ്സ് തന്നെ, ഇംഗ്ലീഷിലെ വാക്കുകൾ തന്നെ മലയാളത്തിലോട്ട് എഴുതി നിങ്ങളടുത്ത് ചോദിക്കും. അപ്പം അയ്യോ ഞാനിത് പഠിച്ചിട്ടില്ല എന്ന് പറയരുത്. സോ ആ ഇംഗ്ലീഷിലെ പേര് കൂടി പഠിച്ചു വെച്ചിരിക്കണം. ദ മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതാ ഇനി 2 നിയമം കൂടി ഉണ്ട്. എന്താണ്? 2012 നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ ഇതാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണേത്? പോക്സോ നിയമം എന്ന് പറയുന്നത് അല്ലെ? പോക്സോ നിയമത്തിന്റെ ഫുൾ ഫോം എന്താണ്? ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട്. എന്താണ്? ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട് 2012 എന്നാണ് ഈ നിയമം അറിയപ്പെടുന്നത്. അപ്പൊ പോക്സോയുടെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അതും പ്രീവിയസ് ഇയർ വന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ 2012 ഈ ഒരു നിയമം നിലവിൽ വന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു നിയമമാണ് 2019 പാർലമെന്റ് പാസ്സാക്കിയ ഏത് നിയമം എന്ന് പറയുന്നത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. മുമ്പുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ റദ്ദ് ചെയ്തുകൊണ്ട് കുറെ മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്ന് നിലവിൽ വന്ന നിയമമാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. അതിന്റെ പേരെന്താണ്? ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്നാണ് അതിനെ വിളിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും നിയമങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് നിയമങ്ങളുടെ പേരുകൾ മനസ്സിലായി, അത് നിലവിൽ വന്ന വർഷങ്ങൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞല്ലോ. 1955 പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് SC ST വരുന്നു, മനുഷ്യാവകാശം വരുന്നു, വിവരാവകാശം വരുന്നു, വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം വരുന്നു അല്ലെ? അതിനുശേഷം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാർക്കും വേണ്ടിയിട്ട് വരുന്നു. പിന്നീടാണ് പോക്സോ വരുന്നത്. അതിനുശേഷം ഉപഭോക്തൃ സംരക്ഷണം. ആ ഒരു ഓർഡറിൽ തന്നെ
പഠിച്ചു വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ മറന്നു പോകത്തില്ല. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഇത്രയും നിയമങ്ങളാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നിയമങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. വലിയ വലിയ നിയമങ്ങളൊന്നുമല്ല, വളരെ ചെറിയ സെക്ഷൻസ് മാത്രം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വളരെ ചെറിയ ബേസിക് ആയിട്ട് മെയിൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന കുറച്ച് നിയമങ്ങളാണ് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ്. ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പഠിച്ച നിയമങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു പൈ ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഏതിൽ നിന്നാണ്? വിവരാവകാശ നിയമത്തിൽ നിന്നാണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളവർക്കും എക്സാം എഴുതിയിട്ടുള്ളവർക്കും അറിയാം എന്താണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കമ്മീഷനും അതുപോലെ തന്നെ വിവരാവകാശ നിയമം. ഓക്കെ, രണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ ഒരു നിയമം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നീട് വന്നിട്ടുള്ളത് ഏത് നിയമവും ബന്ധപ്പെട്ടിട്ടാണ്? മനുഷ്യാവകാശ നിയമം. മനുഷ്യാവകാശ നിയമം എന്ന് പറയുമ്പോൾ അതിനകത്ത് മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ഇൻക്ലൂഡഡ് ആണ്. സോ കമ്മീഷനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ്. കഴിഞ്ഞ വട്ടത്തെ ട്രെൻഡ് തന്നെ ആയിരിക്കണം എന്നില്ല അടുത്ത വട്ടത്തെ ട്രെൻഡ്. ചിലപ്പം ഇപ്പൊ ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ലാത്ത നിയമത്തിൽ നിന്ന് വേണമെങ്കിൽ PSCക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ച് ആ ഒരു ട്രെൻഡ് അങ്ങ് മാറ്റാം. ഓക്കെ, അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് അല്ല എന്നും പറഞ്ഞ് മാറ്റി വെക്കരുത്. കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുത്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പോ രണ്ടാമത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മനുഷ്യാവകാശ നിയമമാണ്. അതിനുശേഷം വരുന്നതാണ് SC ST പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിയമം അല്ലെ. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നീട് വന്നിട്ടുള്ളത് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ശേഷം പിന്നെ ബാക്കി നിയമങ്ങളെല്ലാം കുറച്ച് വല്ലപ്പോഴും ഏതെങ്കിലും ഒരു എക്സാമിന് ഇങ്ങനെ ചെറുതായിട്ട് ചോദിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇതുവരെ. ഇനി അങ്ങോട്ട് മാറാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഒരു നിയമത്തിന് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നിയമങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ. നമ്മൾ ഓരോ നിയമങ്ങളും എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അതുപോലെ ഇപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് നിയമം പഠിക്കുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ കുറെ കമ്മീഷനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറഞ്ഞ് കുറെ, വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞ് കുറെ കമ്മീഷനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കമ്മീഷനുകൾ സ്ഥാപിക്കാൻ കാരണമായ നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഓരോ കമ്മീഷനുകളും രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കമ്മീഷനുകളെ നമ്മൾ എന്തെന്ന് പറയും? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും. നിയമപരമായിട്ടുള്ള സ്ഥാപനം എന്ന് പറയും അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണ്? ഈ കമ്മീഷനുകളൊക്കെ ഒരു നിയമം നിലവിൽ കൊണ്ടുവന്നത് വഴി സ്ഥാപിച്ചത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അഥവാ നിയമപരമായ സ്ഥാപനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ഇപ്പൊ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ഒക്കെ അത് ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിൾ പ്രകാരം രൂപീകരിച്ചതാണ്. അതുകൊണ്ട് അതിനെ ഭരണഘടനാപരമായ സ്ഥാപനം അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നാണ് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പോയിന്റിലേക്ക് വരാം. കമ്മീഷനുകൾ സ്ഥാപിക്കാൻ കാരണമായ നിയമങ്ങൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് വൺ നോക്കിക്കോളാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. നമുക്ക് പഠിക്കാനുള്ള കമ്മീഷനുകളാണ് ഞാൻ പറയുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചും പഠിക്കാനുണ്ട്. ഈ രണ്ട് കമ്മീഷനുകൾ സ്ഥാപിക്കാൻ കാരണമായ നിയമത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമമാണ്. ചിലവർക്കൊരു ഡൗട്ട് വരും, ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇനി ഓരോ സംസ്ഥാനങ്ങളും നിയമം പാസാക്കി നിലവിൽ കൊണ്ടുവന്ന സ്ഥാപനമാണോ എന്ന്. ചില കമ്മീഷനുകളുടെ കേസിൽ അങ്ങനെയാണ്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ചില കമ്മീഷനുകൾ മെയിൻ നിയമത്തിലല്ല, പകരം ഓരോ സംസ്ഥാനങ്ങളും എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആയിട്ട് നിയമങ്ങൾ നിയമസഭ പാസാക്കി കൊണ്ടുവന്ന നിയമം പ്രകാരം രൂപീകരിച്ച കമ്മീഷനുകളും ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക. വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ
കമ്മീഷനും എന്താണ് ഈ ഒരു നിയമപ്രകാരം രൂപീകരിച്ചതാണ്. അതുപോലെ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് എന്ത് രൂപീകരിച്ചിട്ടുള്ളത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും രൂപീകരിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഒരു ഡൗട്ടും വേണ്ടല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് രണ്ടും രൂപീകരിച്ചത് ഈ നിയമപ്രകാരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും രൂപീകരിച്ചത് മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം തന്നെയാണ്. അതിലൊരു സംശയവും വേണ്ട. എന്നാൽ ദാ ഇതിലേക്ക് വരിക. എന്താണ് ദേശീയ വനിതാ കമ്മീഷൻ? നമുക്ക് കമ്മീഷനുകളിലുള്ള ഒരു ടോപ്പിക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതാണ്? അത് ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 ആണ്. ഓക്കെ, 1990 നിലവിൽ വന്ന ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം, പേരിൽ തന്നെയുണ്ട് ദേശീയ വനിതാ കമ്മീഷൻ. കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമമായതുകൊണ്ട് അതിനെ ദേശീയ വനിതാ കമ്മീഷൻ നിയമം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ 1990 നിലവിൽ വന്ന ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ് എന്ത് ചെയ്തത്? ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു നിയമപ്രകാരമാണോ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ളത്? അല്ല. മനസ്സിലാക്കി വെച്ചിരിക്കുക. കേരളത്തിലെ മനുഷ്യാവകാശ അല്ലെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഒരു നിയമപ്രകാരം, മെയിൻ ആയിട്ടുള്ള ഈ നിയമപ്രകാരമല്ല. പകരം നമ്മുടെ സംസ്ഥാനം സെപ്പറേറ്റ് ആയിട്ട് നിയമം പാസ്സാക്കി കൊണ്ടുവന്ന ഒരു കമ്മീഷനാണ് എന്ത്? കേരള വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് 1991 കേരള വനിതാ കമ്മീഷൻ നിയമപ്രകാരമാണ്. അപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചുകൊണ്ട് വരും, ഇത് 1990 നിയമപ്രകാരമല്ലേ സ്ഥാപിച്ചതെന്ന്. പക്ഷേ ഈ നിയമം യഥാർത്ഥത്തിൽ 1990 എന്ത് ചെയ്തത്? പാസ്സാക്കിയതെങ്കിലും അത് 5 വർഷത്തിന് ശേഷം 1995 അത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, പക്ഷേ ഈ നിയമത്തിന് ഒരു പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് 1990 കേരള വനിതാ കമ്മീഷൻ നിയമം എന്നല്ല. നിങ്ങൾ ആ നിയമം എടുത്തൊന്ന് നോക്കുക. അതിനകത്ത് ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിയമത്തിന്റെ ഏറ്റവും ആദ്യമേ സെക്ഷൻ 1 വരുന്ന ഒരു കാര്യമാണ് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് കാര്യങ്ങളും. അപ്പൊ ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ മെയിൻ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ആ നിയമത്തിന് കൊടുത്തിരിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ കേരള വനിതാ കമ്മീഷൻ നിയമം 1991 എന്നാണ്. അതായത് ഈ നിയമം ഇനി മുതൽ ഈ ഒരു പേരിൽ അറിയപ്പെടും എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 1990 നിയമമാണ്, പക്ഷെ 91 എന്നാണ് അതിന് പേര് നൽകുന്നത്. പക്ഷെ അത് പാസ്സാക്കി വന്നത് എപ്പോഴാണ്? 95. അതൊക്കെ നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ കേരള വനിതാ കമ്മീഷൻ നിയമം 1991 ആണ്. മറന്നു പോകരുത്. അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 പ്രകാരവും കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള വനിതാ കമ്മീഷൻ നിയമം 1991 പ്രകാരവുമാണ്. ക്ലിയർ അല്ലേ? ഇനി മറന്നു പോകത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതാ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ട്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അത് രൂപീകരിക്കാൻ നിലവിൽ വന്ന നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം 1992 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതാണ്? ഓപ്ഷൻസിൽ പല പല നിയമങ്ങൾ തരും, വർഷം തെറ്റിച്ച് തരും. അതുകൊണ്ട് ഓർത്ത് വെച്ചിരിക്കുക. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം 1992 പ്രകാരമാണ് എന്ത് ചെയ്തത്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിച്ചത്. എന്നാൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആ നിയമപ്രകാരമാണോ രൂപീകരിച്ചത്? അല്ല. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? 2014 ഒരു നിയമം പാസ്സാക്കി. അതും 2013 നിയമമാണ്. ഇതൊക്കെ നിലവിൽ വന്നത് 2013 ആണ്. പക്ഷെ ആ നിയമം അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിയമം 2014 എന്നാണ്. ഓക്കെ, ആ നിയമത്തിന്റെ ഒറിജിനൽ പേര് ആ നിയമത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കും. അതിൽ ചില കേസസിൽ വർഷങ്ങളിൽ വ്യത്യാസം വരും. അതെന്തെങ്കിലും ഓർഡിനൻസ് പ്രകാരമൊക്കെ രൂപീകരിച്ചത് കൊണ്ടൊക്കെ ആയിരിക്കാം പണ്ടത്തെ ഡേറ്റ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്?
ആ നിയമം കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമമാണ് 2014 നിയമം എന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഉണ്ടല്ലോ. പട്ടികജാതി പട്ടികവർഗ ദേശീയ തലത്തിൽ പഠിക്കുമ്പോൾ പട്ടികജാതിക്കാർക്ക് വേണ്ടി വേറൊരു കമ്മീഷൻ, പട്ടികവർഗക്കാർക്ക് വേണ്ടി വേറൊരു കമ്മീഷനാണ്. പക്ഷേ സംസ്ഥാനത്തിന്റെ കേസ് പഠിക്കുമ്പോൾ ഇത് രണ്ടു പേർക്കും വേണ്ടിയിട്ട് ഒറ്റ കമ്മീഷനാണ് ഉള്ളത്. അതാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിയമം 2007 പ്രകാരം രൂപീകരിച്ച കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇവിടെ നമ്മൾ എന്താ ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പഠിച്ചില്ലല്ലോ എന്ന്. കാരണം എന്താണ്? ഇതൊരു ഭരണഘടനാപരമായ സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനമാണ് എന്ത്? ഈ ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും. കാരണം ആർട്ടിക്കിൾ 338 പ്രകാരമാണ് എന്ത് രൂപീകരിച്ചത്? ഈ ഒരു ദേശീയ പട്ടികജാതി കമ്മീഷൻ രൂപീകരിച്ചത്. ആർട്ടിക്കിൾ 338A പ്രകാരമാണ് എന്ത് രൂപീകരിച്ചത്? ദേശീയ പട്ടികവർഗ കമ്മീഷൻ. ഇതിനും മുമ്പ് ഒരു ചരിത്രമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷനും ഏതെങ്കിലും നിയമപ്രകാരമാണോ രൂപീകരിച്ചത്? അല്ല. കാരണം എന്താണ്? അത് ഭരണഘടനയിലെ ഒരു ആർട്ടിക്കിൾ പ്രകാരം രൂപീകരിച്ചത് കൊണ്ട് തന്നെ ഇത് ഭരണഘടനാ സ്ഥാപനമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ടതാ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് വിവരാവകാശ കമ്മീഷനിൽ നിന്നാണ്. അതേപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, റീസെന്റ് ആയിട്ട് നടന്ന ഖാദി ബോർഡിന്റെ എക്സാം ഒക്കെ എടുത്ത് നോക്കിയാൽ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ്, NHRC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അത് രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ബാക്കി കമ്മീഷനുകൾ പഠിക്കണ്ട എന്നല്ല, വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട്, അത് കൂടുതലും കേരളത്തിലെ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. പിന്നെ ബാക്കി ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യാം? ബാക്കിയുള്ള കമ്മീഷനുകൾക്ക് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കമ്മീഷനുകളെ കുറിച്ച് നിങ്ങളൊന്ന് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഈ നിയമത്തിൽ, ഈ സുപ്രധാന നിയമങ്ങൾ അഥവാ ഇമ്പോർട്ടന്റ് ആക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ട്. കുറച്ച് നിയമങ്ങളും കുറച്ച് കമ്മീഷനുകളും, ആ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട ചെയർമാൻ ആരാണ്, അവിടുത്തെ അംഗസംഖ്യ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്ക് സെറ്റ് ആയിക്കോളും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നൊരു ടോപ്പിക് അങ്ങ് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ക്ലാസ് കേട്ട് കഴിയുന്നതോടുകൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്യും. ഉറപ്പാണല്ലോ? ദാ നോക്കിക്കോളാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, വിവരാവകാശ നിയമത്തിലേക്ക് വരുമ്പോൾ 6 അധ്യായങ്ങളാണ്, 6 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ 31 സെക്ഷനുകളാണ് ഉള്ളത്. 2 ഷെഡ്യൂളുകൾ അഥവാ പട്ടികകളാണ് ഉള്ളത്. അതില് 3ാമത്തെ അധ്യായം അഥവാ ചാപ്റ്റർ 3യിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അഥവാ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. മനസ്സിലായോ? ചാപ്റ്റർ 3 അത് ആദ്യമേ പഠിച്ചു വെച്ചിരിക്കാം. 3ാമത്തെ അധ്യായത്തിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ അധ്യായത്തിലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇത്രയൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ, ഇനി ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന 3 സെക്ഷനുകളാണ് ഉള്ളത്. ഓക്കെ, കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന 3 സെക്ഷനുകളാണ് ഈ നിയമത്തിലുള്ളത്. അത് ഏതൊക്കെയാണ്? 12, 13, 14. ഏതൊക്കെയാണ്? 12, 13, 14. ഒന്ന് പഠിച്ചു വെച്ചേ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 12, 13, 14. 12, 13, 14. ഓക്കെ, അതില് 12 എന്ന് പറയുന്നത് ഇതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ആണ്. ഒന്ന് പഠിച്ചേ. സെക്ഷൻ 12 എന്താണ്? എല്ലാ സെക്ഷനുകളും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, എങ്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, സെക്ഷനുകളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, എല്ലാ സെക്ഷനുകളും കാണാതെ പഠിക്കേണ്ട, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ 12 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 13, 14 ബന്ധപ്പെട്ട് ഡിഗ്രി ലെവലിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 12ാമത്തെ സെക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ അഥവാ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾ ആൻസർ കൊടുക്കുമല്ലോ. എന്താണ്? സെക്ഷൻ 12 ആണ്. ഏതാണ്? സെക്ഷൻ 12ലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. എങ്കിൽ 13ൽ എന്താ പറയുന്നത്? ഈ വിവരാവകാശ കമ്മീഷണർമാരുടെ ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്
സർവീസ്. എന്താണ് ആ ഓഫീസ് സേവന വ്യവസ്ഥകള്, ശമ്പളം, ഭത്തകള്, മറ്റു സേവന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 13 എന്ന് പറയുന്നത്. എന്നാൽ അവരെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 14. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സെക്ഷനുകളൊന്ന് പഠിച്ചു വെച്ചിട്ട് പോവാം. കഴിഞ്ഞ വർഷത്തെ രീതിയിൽ തന്നെയാണ് ഈ വർഷം ചോദ്യങ്ങൾ വരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം കോമ്പറ്റീഷൻ കൂടുതലാണ്, അത്രയ്ക്ക് കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്നും മിസ്സാക്കാതെ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോവുക. 12 ഈസിയാണ്, വെറുതെ കേട്ടിരുന്നത് നമുക്ക് പഠിക്കാം. 12, 13, 14 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, അതിന്റെ രൂപീകരണം 12, 13 അതിന്റെ സേവന വ്യവസ്ഥകളും അതുപോലെ ശമ്പളം, ഭത്തകള് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ 14 എന്താണ് അവരുടെ റിമൂവൽ, നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. അതേപോലെ തന്നെയാണ് 15, 16, 17. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത് ഓർത്ത് വെച്ചിരിക്കാം. 15 സ്റ്റേറ്റിന്റെ രൂപീകരണം, 16 അവരുടെ സേവന വ്യവസ്ഥകള്, 17 അവരുടെ റിമൂവല്. സിമ്പിൾ അല്ലേ? ഓക്കെ, അതെല്ലാം കാണാതെ പഠിക്കണ്ട, ജസ്റ്റ് ഇത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. 12, 13, 14 പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 3 എണ്ണവും എന്താണ് സെയിം കാറ്റഗറി തന്നെ സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ചാപ്റ്റർ 3 ആണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് മനസ്സിലായി, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഇനി നമ്മൾ മറക്കത്തില്ല. ഏതാണ്? സെക്ഷൻ 12 ആണ്, രൂപീകരണം. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കണം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആര് രൂപീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ആ അംഗസംഖ്യയും കാര്യങ്ങളും എങ്ങനെയാണ്? ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, ഇവിടെ ചീഫ് ഉണ്ട്, അതാ ശ്രദ്ധിച്ചു നോക്കുക. മെയിൻ ആയിട്ടുള്ള ഇവിടെ ചെയർമാൻ എന്നല്ല പറയുന്നത്, അവിടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്നാണ് പറയുന്നത്. മെമ്പേഴ്സ് എന്ന് പറയുന്നതിന് പകരം ഇൻഫർമേഷൻ കമ്മീഷണർമാർ, ഓക്കെ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ കേന്ദ്ര വിവരാവകാശ കമ്മീഷനില് ചെയർമാനെ എങ്ങനെ വിളിക്കേണ്ടത്? ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഉണ്ട്, അല്ലെങ്കിൽ ചീഫ് എന്താണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരും എന്ന് മലയാളത്തിൽ പറയാം. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പിന്നെ എത്ര പേരുണ്ടാകണമെന്നാണ് പറയുന്നത്? എത്ര ഇൻഫർമേഷൻ കമ്മീഷണർമാർ ഉണ്ടാകണമെന്നാണ് പറയുന്നത്? നോക്കിക്കേ, 10 കൂടാത്ത. അതാ ഇവിടെ നിന്നാണ് ഖാദി ബോർഡിന് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നത്. 10 കൂടുതൽ എന്നതും 10 കവിയാത്ത, 10 കൂടാത്ത എന്നുള്ള അർത്ഥവും രണ്ടും രണ്ടാണ് അല്ലേ? ഇവിടെ എന്താ പറയുന്നത്? 10 കൂടാത്ത, അതായത് 10 കൂടാൻ പാടില്ല. ഇവിടുത്തെ മെമ്പേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 10 കൂടാൻ പാടില്ല. മാക്സിമം എവിടെ വരെ വരാം? 10 വരാം. എങ്കിൽ കറക്റ്റ് 10 വേണമെന്നാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല, 10 ആകാം, 9 ആകാം, 8 ആകാം, 7 ആകാം, എത്ര വേണമെങ്കിലും ആകാം. ഒരേ ഒരു കണ്ടീഷൻ, 10 കൂടാൻ പാടില്ല. അതായത് 11 ആവാൻ പാടില്ല. 10 വരെ ആകാം, 11 ആവാൻ പാടില്ല. പക്ഷേ എക്സാമിന് നിങ്ങൾ ഡൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചത് എന്തായിരുന്നു? 10 കവിയാത്ത എന്നല്ല, എന്താണ് 10 എന്താണ് ഈ ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ നോക്കുക 10 കൂടാത്ത, അതായത് 10 കൂടാൻ പാടില്ല, അതായത് 11 ആവാൻ പാടില്ല. ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, 11 ആവാൻ പാടില്ല. മാക്സിമം 10 വരെ ഉള്ള അംഗസംഖ്യ ആകാം. എങ്കിൽ 10 വേണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. എന്താണ്? 10 ആകാം, 9 ആകാം, 8 ആകാം, 7 ആകാം, 6 ആകാം, എത്ര വേണമെങ്കിലും ആകാം. താഴോട്ട് എത്ര വേണമെങ്കിലും വരാം, പക്ഷേ 10 കൂടാൻ പാടില്ല. ഇതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. കുറെ പേർ കൊണ്ടുപോയി തെറ്റിക്കുന്ന കാര്യമാണ്. എന്തായാലും PSC എടുത്തിട്ട് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരുമാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഇനി ഇവരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്രമല്ലേ. അത് ആരാണ്? പ്രധാനമന്ത്രി എന്ന് ആരും പോയി പറയരുത്, അത് രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 12 ആണ്. കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ ഒരു കമ്മീഷനെ രൂപീകരിക്കേണ്ടത്. അവിടെ രൂപീകരിക്കുന്ന സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടാകണം? ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാകണം. 10
കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാകണം. നിയമിക്കുന്നത് ആരെയാണ്? ഇവരെല്ലാം നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അങ്ങനെയാണെങ്കിൽ ശുപാർശ കമ്മിറ്റി കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ശുപാർശ കമ്മിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഈ ഒരു വിവരാവകാശ കമ്മീഷനെ രൂപീകരിക്കുന്ന ശുപാർശ കമ്മിറ്റിയിൽ 3 പേരാണ് ഉള്ളത്. 3 പേരിലെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ആരാണ്? ആ ഒരു ശുപാർശ കമ്മിറ്റിയുടെ ചെയർമാൻ ആണ്. അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവുണ്ട്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ 3 പേര് ചേർന്നിട്ടാണ് രാഷ്ട്രപതിയോട് പറയുന്നു ഈ വ്യക്തികളെ നിയമിച്ചോളൂ എന്ന് പറയുന്നത്. ഈ 3 വ്യക്തികൾ ആരൊക്കെയാണെന്ന് പറഞ്ഞേ മക്കളെ. 1 പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. 2 ആരാണ്? ലോക്സഭാ സ്പീക്കർ എന്നൊന്നും പോയി പറഞ്ഞു വെക്കല്ലേ. എന്താണ്? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ആരാണ്? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് 2ാമത്തെ വ്യക്തി. 3ാമത്തെ വ്യക്തി ആരാണ്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്. ഓക്കെ, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആയിരിക്കും 3ാമത്തെ വ്യക്തി. അപ്പൊ ഈ 3 പേരും കൂടെ ചേർന്നിട്ടാണ് പറയുന്നത്. ആരോട് പറയുന്നു? രാഷ്ട്രപതിയോട് പറയുന്നു. എന്താണ്? ഈ വ്യക്തികളെ ഈ ഒരു ചീഫ് കമ്മീഷണറായും ഇൻഫർമേഷൻ കമ്മീഷണറായും ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ആയിട്ടും നിയമിച്ചോളൂ എന്ന് പറയുന്നത് ഈ 3 വ്യക്തികളാണ്. അത് പ്രകാരമാണ് നമ്മുടെ രാഷ്ട്രപതി അവരെ നിയമിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി അത് മറന്നു പോകത്തില്ലല്ലോ. ഈ 3 വ്യക്തികളെ മാറിപ്പോകാതെ പഠിക്കുക. സംസ്ഥാനം പഠിക്കുമ്പോൾ അവിടെയും വേറെ 3 വ്യക്തികൾ വരുന്നുണ്ട്. ഓക്കെ, മനുഷ്യാവകാശം പഠിക്കുമ്പോൾ അവിടെ വേറെ കുറെ 6 വ്യക്തികളെ വരുന്നുണ്ട്. അതുകൊണ്ട് മാറിപ്പോകരുത്. ക്ലിയർ ആയിട്ട് ഷോർട്ട് നോട്ട് ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ പറഞ്ഞു ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും മറ്റ് 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ട്. ഇനി അവരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്? യോഗ്യത എങ്ങനെയാണ്? എന്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരെ സെലക്ട് ചെയ്യുന്നത്? അതായത് ഈ നിയമപ്രകാരം അവരുടെ യോഗ്യത എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിയമത്തിലോ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലോ സാമൂഹ്യ സേവനത്തിലോ മാനേജ്മെന്റിലോ പത്രപ്രവർത്തനത്തിലോ ബഹുജന മാധ്യമ പ്രവർത്തനത്തിലോ ഭരണത്തിലോ ഭരണ നിർവഹണത്തിലോ വിപുലമായ അറിവും അനുഭവജ്ഞാനവും ഉള്ളവരായിരിക്കണം. മാത്രമല്ല പൊതുജീവിതത്തിൽ ഔന്നത്യം ഉള്ളവരുമായ വ്യക്തികളായിരിക്കണം ഈ ഒരു കമ്മീഷനിലെ മെമ്പേഴ്സ് ആയിട്ട് വരേണ്ടത്, അതിന്റെ ചെയർമാൻ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇതെന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കത്തില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നിയമം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, സാമൂഹ്യ സേവനം, മാനേജ്മെന്റ്, പത്രപ്രവർത്തനം, ബഹുജന മാധ്യമ പ്രവർത്തനം, ഭരണ നിർവഹണം, ഈ ഒരു കാറ്റഗറിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കമ്മീഷനിലേക്ക് വ്യക്തികളെ തെരഞ്ഞെടുക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ശുപാർശ കമ്മിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. യോഗ്യത ഇന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരെ അയോഗ്യതകളുണ്ട്. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ ഉള്ള ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവരെ ഈ കമ്മീഷനിലോട്ട് എടുക്കത്തില്ല. ഓക്കെ, എങ്ങനെയൊക്കെയാണ് അയോഗ്യത നോക്കിക്കേ. ഈ ഒരു വ്യക്തി ഏതെങ്കിലും ഈ കമ്മീഷനിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പാർലമെന്റിലെ ഒരു അംഗമാണെങ്കിൽ, ഓക്കെ, പാർലമെന്റ് നമുക്കറിയാം വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് ദേശീയ തലത്തിലുള്ള കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അല്ലേ. അപ്പൊ അവിടെ എടുക്കുന്ന വ്യക്തികളും അതേപോലെ നല്ല വ്യക്തിത്വമുള്ള വ്യക്തികളായിരിക്കണം അല്ലേ. അതുകൊണ്ട് തന്നെ പാർലമെന്റിലെ അംഗമായിട്ടുള്ള ഒരു വ്യക്തി, അപ്പൊ അവിടെ ഒരു രാഷ്ട്രീയം കടന്നു വരുന്നുണ്ട് അല്ലെ. അപ്പൊ പാർലമെന്റിലെ അംഗമായിട്ടുള്ള വ്യക്തിയെ എന്ത് ചെയ്യത്തില്ല? ഈ ഒരു കമ്മീഷനിലേക്ക് തിരഞ്ഞെടുക്കത്തില്ല. രണ്ടാമത്തത്, ഏതെങ്കിലും നിയമസഭയിലെ അംഗമാവുക. പാർലമെന്റ് വേണ്ട, ഇനി ഏതെങ്കിലും ഒരു നിയമസഭയിലെ അംഗമാണെങ്കിൽ അവരെ ഈ കമ്മീഷനിലേക്ക് സെലക്ട് ചെയ്യുവോ? ഇല്ല, അവരെയും സെലക്ട് ചെയ്യത്തില്ല. മൂന്നാമത്തത്, മറ്റേതെങ്കിലും ആദായകരമായിട്ടുള്ള ഉദ്യോഗം വഹിക്കുക. ഇതല്ലാതെ വേറെ ഏതെങ്കിലും നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെയും ഇതിലേക്ക് എടുക്കത്തില്ല.
പിന്നെന്താണ് പറയുന്നത്? ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് ബന്ധപ്പെട്ടിരിക്കുക, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധമുള്ള വ്യക്തിയാണെങ്കിലും അവരെ എന്ത് ചെയ്യത്തില്ല? ഈ ഒരു കമ്മീഷനിലേക്ക് സെലക്ട് ചെയ്യത്തില്ല. മനസ്സിലായോ? അപ്പൊ അയോഗ്യതകൾ ഏതൊക്കെയാണ്? ലാസ്റ്റ് വൺ ആണ്, ഏതെങ്കിലും ബിസിനസ്സോ തൊഴിലോ ചെയ്യുക, അവരെയും എന്ത് ചെയ്യത്തില്ല? കമ്മീഷനിലെ ചെയർമാനായോ അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയിട്ടോ സെലക്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ സെലക്ട് ചെയ്യുന്ന യോഗ്യത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സെലക്ട് ചെയ്യാൻ പറ്റാത്ത യോഗ്യതകൾ എന്തൊക്കെയാണെന്നും പറഞ്ഞു. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. പാർലമെന്റിലെ അംഗം, ഏതെങ്കിലും നിയമസഭയിലെ അംഗം, ഏതെങ്കിലും ആദായകരമായ ഉദ്യോഗം വഹിക്കുന്ന വ്യക്തി, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് ബന്ധമുള്ള വ്യക്തി, അതുപോലെ തന്നെ ഏതെങ്കിലും ബിസിനസ്സോ തൊഴിലോ ചെയ്യുന്ന വ്യക്തിയെ എന്ത് ചെയ്യത്തില്ല? ഈ കമ്മീഷനിലോട്ട് തെരഞ്ഞെടുക്കത്തില്ല. അവര് അയോഗ്യനാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? കാര്യം മനസ്സിലായോ? അപ്പൊ ആ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നിയമത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയായിരിക്കണം? ഡൽഹി തന്നെ ആയിരിക്കണം. വേറെ സ്ഥലങ്ങളിൽ അതിന്റെ ബ്രാഞ്ചസ് കാര്യങ്ങളൊക്കെ പോകാം, പക്ഷെ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? ഈ ഒരു ഡൽഹിയിൽ തന്നെ ആയിരിക്കണമെന്ന് നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് സെക്ഷൻ 12 അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 12 ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 13 എന്ത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധിയും സേവന വ്യവസ്ഥകളും. ഇവിടെ ചീഫും ഉണ്ട് കേട്ടോ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ട്. മറ്റുള്ള ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിന്റെയും ഉദ്യോഗ കാലാവധിയെ കുറിച്ചും സേവന വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് സെക്ഷൻ 13 പറയുന്നത്. അതായത് 2005 നിയമം നിലവിൽ വരുന്ന സമയത്ത് ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സേവന കാലാവധി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 5 വർഷമായിരുന്നു. ഓക്കെ, 5 വർഷമായിരുന്നു. അവർക്ക് പുനർനിയമനത്തിന് അർഹതയില്ലായിരുന്നു. ഓക്കെ, 5 വർഷമായിരുന്നു, പുനർനിയമനത്തിന് അർഹതയില്ലായിരുന്നു. ഇതായിരുന്നു പണ്ടത്തെ സിറ്റുവേഷൻ. അതായത് 2005 നിയമം നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ 2019 എന്ത് ചെയ്തു? ഈ നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു. എന്താണ് നിയമത്തിലെ ഭേദഗതി കൊണ്ടുവന്നത്? ആ 5 വർഷം അങ്ങ് എടുത്തു കളഞ്ഞു. 5 വർഷം ഇനി വേണ്ട. 5 വർഷം എന്നുള്ളത് ആര് തീരുമാനിക്കും? അത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനിക്കുന്ന കാലാവധി അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇനി മുതൽ, അതായത് 2019 ഭേദഗതി നിലവിൽ വന്നത് മുതൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും എത്ര നാളത്തേക്ക് ഇവര് ആ സ്ഥാനത്ത് തുടരണം. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു നിയമത്തിന് എന്ത് ചെയ്തു? ഭേദഗതി വരുത്തിയത്. മനസ്സിലായോ? അപ്പോ 2005 നിയമം നിലവിൽ വന്ന സമയത്ത് അവരുടെ കാലാവധി 5 വർഷം എന്നായിരുന്നു. അവർ പുനർനിയമനത്തിന് അർഹതയില്ലായിരുന്നു. പക്ഷെ അത് ഭേദഗതി ചെയ്ത് എങ്ങനെയാക്കി മാറ്റി? കേന്ദ്ര സർക്കാർ തീരുമാനിക്കും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുടെ തീരുമാന പ്രകാരമുള്ള കാലാവധി എന്നാക്കി മാറ്റി. അങ്ങനെ നമ്മുടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഇവരുടെ കാലാവധി നിലവിൽ എത്ര വർഷം എന്നാണ്? 3 വർഷം എന്നാണ്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ കേന്ദ്ര സർക്കാരിനെ വീണ്ടും തീരുമാനിക്കാം 3 വർഷം മാറ്റി എന്ത് ചെയ്യാം? 5 വർഷമാക്കാം. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യാം? കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം എന്നുള്ള രീതിയിലേക്ക് അതിനെ ഭേദഗതി വരുത്തുകയാണ് ചെയ്തത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ 5 വർഷമായിരുന്നു മുമ്പ്, ഇപ്പോഴെത്രയായി? 3 വർഷമായി. ഇവിടെ നിന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, ഇനി ഈ ഒരു എന്താണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്നാണോ ആൻസർ കൊടുക്കേണ്ടത്, അതോ 3 വർഷം എന്നാണോ ആൻസർ കൊടുക്കേണ്ടത് എന്നുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാം? ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ കൊടുക്കുക. ഇപ്പൊ പ്രീവിയസ് ഇയർ ചോദിച്ച സമയത്ത് അവിടെ 5 വർഷം, 3 വർഷം, 4 വർഷം, 2 വർഷം എന്നായിരുന്നു ഓപ്ഷൻസ് കൊടുത്തിരുന്നത്. അവിടെ കേന്ദ്ര സർക്കാർ തീരുമാന പ്രകാരം എന്നുള്ളൊരു ഓപ്ഷനേ ഇല്ലായിരുന്നു. സോ അങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് 3 വർഷമാണ്. കാരണം എന്താണ്? കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ഇപ്പോഴത്തെ കാലാവധിയാണ് എന്ത്? ഈ 3 വർഷം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ആൻസർ കൊടുക്കേണ്ടത് 3 വർഷമാണ്. ഇനിയിപ്പം അങ്ങനെ ഓപ്ഷൻ വരുന്നില്ല, പകരം കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്നാണ് ഓപ്ഷൻ വരുന്നതെങ്കിൽ അവിടെ എന്താണ്? അവിടെ ആൻസർ കൊടുക്കേണ്ടത് അങ്ങനെയാണ്. ഇനി രണ്ടും കൂടെ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, രണ്ടും കൂടെ ചോദിക്കുകയാണെങ്കിൽ എന്തായാലും അതിനകത്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് വന്നത് ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ അല്ലെങ്കിൽ ഓപ്ഷൻ രണ്ടും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അത് എന്ത് ചെയ്യാം? ആൻസർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അവരുടെ കാലാവധി മുമ്പ് 5 വർഷം, നിലവിൽ 3 വർഷം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്നാണ്. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അവർ 65 വയസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല.
ഓക്കെ, ഇപ്പൊ 3 വർഷം കാലാവധി കൊടുത്തു. ഈ 3 വർഷ കാലാവധിയുള്ളിൽ ഒരാൾക്ക് എന്ത് കഴിഞ്ഞു? 65 വയസ്സ് കഴിഞ്ഞുവെങ്കിൽ 1 വർഷം കഴിയുമ്പോഴത്തേക്കും 65 വയസ്സ് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ സ്ഥാനത്ത് നിന്ന് മാറണം. കാരണം എന്താണ്? ഈ നിയമപ്രകാരം 65 വയസ്സിന് ശേഷം ഈ സ്ഥാനത്ത് തുടരാൻ പറ്റത്തില്ല, അതാ പറയുന്നത്. എന്നാൽ അവർ 65 വയസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല. മനസ്സിലായോ? അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. കാലാവധി 3 വർഷം കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെയാണ്. പക്ഷേ അവിടെ 65 വയസ്സ് പൂർത്തിയാകാൻ പാടില്ല. 65 വയസ്സ് ഇപ്പൊ ഏതെങ്കിലും സിറ്റുവേഷൻ, ഇപ്പൊ ഒരാള് ആ സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത്, ഇപ്പൊ എനിക്ക് 64 വയസ്സാണ്, ഞാനിപ്പം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് സ്ഥാനത്തെത്തി. പക്ഷെ അടുത്ത വർഷം എനിക്ക് എത്രയാവും? 65 വയസ്സ് പൂർത്തിയാവും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ആ 3 വർഷം കാലാവധി അവിടെ പോവുകയാണ്. അവിടെ അത് നോക്കേണ്ട കാര്യമില്ല. 65 വയസ്സിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. 65 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കത്തില്ല, പകരം വേറെ ആള് അവിടെ വരും. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ഇവരുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്ക് പുനർനിയമനമില്ല. മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇവിടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്ക് പുനർനിയമനമില്ല. അതായത് വീണ്ടും അയാള് 3 വർഷ കാലാവധി കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും ആ സ്ഥാനത്തേക്ക് തുടരാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഒരു ടേമിലേക്ക് വീണ്ടും അടുത്തൊരു ടേമിലേക്ക് അയാളെ സെലക്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. കാരണം എന്താണ്? നിയമപ്രകാരം പുനർനിയമനത്തിന് അർഹതയില്ല. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇൻഫർമേഷൻ കമ്മീഷണർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിതനാകുന്നതിന് അർഹനായിരിക്കും. ഓക്കെ, ചീഫിന്റെ കാര്യമല്ല പറയുന്നത്, താഴെയുള്ള ആ അംഗങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ അതിനകത്തുള്ള ഒരാളെ വ്യക്തിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാം? ഈ 3 വർഷ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ തലപ്പത്തുള്ള വ്യക്തി ഉണ്ടല്ലോ, ചീഫ് ഉണ്ടല്ലോ, എനിക്ക് ചീഫ് ആകാൻ പറ്റും. പക്ഷേ ഈ മെമ്പർ ആകാൻ വീണ്ടും ഒരു 3 വർഷത്തേക്കോ അല്ലെങ്കിൽ അടുത്തൊരു ടേമിലേക്കോ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? ഈ ഒരു പോസ്റ്റിൽ നിൽക്കാൻ സാധിക്കത്തില്ല. പക്ഷെ എനിക്ക് അവിടെ ഒരു ചാൻസ് തന്നിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ആരാകാം? ഈ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആകാനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്. അതായത് ഒരു വ്യക്തി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിതനാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്യോഗ കാലാവധി ഇൻഫർമേഷൻ കമ്മീഷണറായും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായും ആകെ 5 വർഷത്തിൽ കൂടാൻ പാടില്ല. ഇപ്പൊ ഞാൻ 3 വർഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഇൻഫർമേഷൻ കമ്മീഷണർ ആണ്, ചീഫ് അല്ല, ഇൻഫർമേഷൻ കമ്മീഷണർ ആണെന്നിരിക്കട്ടെ. ഓക്കെ, 3 വർഷം കഴിഞ്ഞു. അപ്പൊ അവിടെ ഒരു പോസ്റ്റിൽ വേക്കൻസി വന്നു. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്ക് 65 വയസ്സായി അയാൾ പോയി, അല്ലെങ്കിൽ 3 വർഷം പൂർത്തിയാക്കിയിട്ട് അയാൾ മാറി. എനിക്ക് അവിടെ ഒരു വേക്കൻസി ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യാം? എനിക്കിനി 3 വർഷം ഇവിടെ കഴിഞ്ഞു, എനിക്കിനി എന്ത് ചെയ്യാം? അവിടെ പോയിട്ട് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആകാൻ പറ്റും. ഇവിടുത്തെ ആ വ്യക്തിയാകാൻ പറ്റത്തില്ല, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആകാൻ പറ്റും. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? 5 വർഷത്തിൽ കൂടുതൽ ആകാൻ പാടില്ല. ഓക്കെ, ഇവിടെ ഞാൻ 3 വർഷം ചെയ്തു, എനിക്ക് വേണമെങ്കിൽ അവിടെ 2 വർഷത്തേക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ മാക്സിമം. ഈ ഒരു ഇങ്ങോട്ടൊരു ചാട്ടം കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ ടൈം കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 5 വർഷം കാലയളവാണ്. മനസ്സിലായോ? ആ ഒരു കാലാവധി മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഓക്കെ, 3 വർഷമാണ്. അവർക്ക് പുനർനിയമനത്തിന് അർഹതയില്ല. പക്ഷെ അവിടെ ഒരാൾക്കൊരു ബെനിഫിറ്റ് വരുന്നുണ്ട്. അതായത് ഇൻഫർമേഷൻ കമ്മീഷണർക്ക് എന്ത് ചെയ്യാം? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആകാൻ സാധിക്കും. പക്ഷെ ഇവരുടെ കാലാവധി മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ, അതായത് ഇവിടെ ജോലി ചെയ്യുന്ന കാലാവധിയും അവിടുത്തെ ജോലി ചെയ്യാൻ പോകുന്ന കാലാവധിയും മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ 5 വർഷത്തിൽ കൂടാൻ പാടില്ല. അതാണ് ഒരു കാര്യം. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, പുനർനിയമനത്തിന്റെ കേസിൽ മാത്രമാണ് നമ്മൾ ഇവിടെ 5 വർഷം എന്ന് പഠിക്കുന്നത്. മറ്റേ കേസിൽ അല്ലാതെയുള്ള കാലാവധി ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് 3 വർഷമാണ്. മനസ്സിലായോ? പുനർനിയമനം, അതും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ കേസിൽ പുനർനിയമനത്തിന്റെ കാര്യം വരുമ്പോഴാണ് അവിടെ നമ്മൾ 5 വർഷ കാലാവധി പറയുന്നത്. അല്ലാതെ അവർക്ക് ഏത് വ്യക്തികളായിക്കോട്ടെ അവർക്ക് വീണ്ടും ആ പോസ്റ്റിൽ തന്നെ അടുത്ത ടേമിൽ ഇരിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇവര് പുനർനിയമനത്തിന് അർഹതയില്ല ആസ് പെർ RTA ആക്ട് 2005. ഓക്കെ, ക്ലിയർ? അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഒന്നും കൂടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കുക കേട്ടോ. ഇത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് കാര്യം സിമ്പിൾ ആണ്, പക്ഷെ നമ്മുടെ മനസ്സിലോട്ട് ഇച്ചിരി ലോഡ് ചെയ്യാൻ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലോട്ട് ഇച്ചിരി ലോഡ് ചെയ്യാൻ ഒരു ഇച്ചിരി സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഓക്കെയാണ്. ഓക്കെ,
ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എന്ത് കാര്യമായാലും കേന്ദ്രത്തിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രാഷ്ട്രപതി ആയിരിക്കും അവിടെ ആൻസർ വരുന്നത്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ്, നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, അതുപോലെ തന്നെ എന്താണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുൻപാകെയാണ്. ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും ശമ്പളങ്ങളും ബത്തകളും മറ്റ് സേവന വ്യവസ്ഥകളും തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഇതും 2019 കൊണ്ടുവന്ന ഭേദഗതി പ്രകാരമാണ്. ഓക്കെ, 2019 കൊണ്ടുവന്ന ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ, അപ്പൊ കാലാവധി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്നാക്കി മാറ്റി. അതുപോലെ തന്നെ എന്താണ് ഇവരുടെ ശമ്പളം എങ്ങനെയാണ്, അവരുടെ ബത്തകൾ എങ്ങനെയാണ്, സേവന വ്യവസ്ഥകൾ എങ്ങനെയാണ് എന്നുള്ളതും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്നാക്കി മാറ്റി. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് അറിയാമോ? 2005 നിയമം നിലവിൽ വന്ന സമയത്ത് ഇവരുടെ ശമ്പളവും സേവന വ്യവസ്ഥകളും എന്ന് പറയുന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ആണെങ്കിൽ, കേന്ദ്രത്തിന്റെ കാര്യമാണ് പറയുന്നത്, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ആ ഒരു സേവന വ്യവസ്ഥകളും ശമ്പളവും ബത്തകളും എല്ലാം ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടേതിന് തുല്യമായിരുന്നു. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടേത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടല്ലോ, അവരുടെ സെയിം ശമ്പളവും സെയിം ആനുകൂല്യങ്ങളും സെയിം സേവന വ്യവസ്ഥകളുമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു നിയമത്തിൽ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇവരുടെ തുല്യമായിരിക്കും, അവരുടെ എന്തെങ്കിലും മാറ്റം വന്നാൽ സെയിം മാറ്റം ഇവിടെയും പ്രതിഫലിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മീഷണറുടെ ശമ്പളം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷണറുടേത് തുല്യമായിരുന്നു. ഇവിടെ ചീഫാണ്, ഇവിടെയും ചീഫാണ്. ഇവിടെ അല്ലാതെയുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിന്റെ സാലറി, സേവന വ്യവസ്ഥകളും കാര്യങ്ങളും എല്ലാം ഇലക്ഷൻ കമ്മീഷണറുടേതിന് തുല്യമായിരിക്കും. മനസ്സിലായോ? പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ? മുമ്പ് ഇങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് 2019 ഭേദഗതി പ്രകാരം ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ, കേന്ദ്ര സർക്കാർ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞ കാലാവധിയുടെ കേസിൽ കേന്ദ്ര സർക്കാർ വരുന്നുണ്ട്. രണ്ട് എന്താണ് ഈ ഒരു സേവന വ്യവസ്ഥകളുടെ ശമ്പളത്തിന്റെ കേസിൽ കേന്ദ്ര സർക്കാർ വരുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 13 സേവന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്നത്. നമ്മൾ പറഞ്ഞു സെക്ഷൻ 14 നീക്കം ചെയ്യൽ, ഇവരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 14. അതായത് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ നമ്മൾ രാഷ്ട്രപതി എന്ന് പറയുമെങ്കിലും അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് സുപ്രീം കോടതിയുടെ അനുമതിയോട് കൂടി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? രാഷ്ട്രപതിക്ക് ഈ വ്യക്തികളെ അവരെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ, റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ഒരു നടപടിക്രമമുണ്ട്, അതായത് ഒരു പ്രൊസീജിയർ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ, ഇപ്പൊ ആ ഒരു വ്യക്തി രാഷ്ട്രപതിക്ക് തോന്നുകയാണ് ആ വ്യക്തി ആ സ്ഥാനത്ത് തുടരാൻ അയോഗ്യനാണ്, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് അയാൾക്ക് ഭയങ്കര നെഗറ്റീവ്സ് ഉണ്ട് എന്ന് രാഷ്ട്രപതിക്ക് തോന്നുകയാണെങ്കിൽ രാഷ്ട്രപതി എന്താ ചെയ്യേണ്ടത്? അയാളെ ഓർഡർ ഇറക്കി അങ്ങ് നീക്കം ചെയ്യുകയാണോ ചെയ്യേണ്ടത്? അല്ല. രാഷ്ട്രപതി ആദ്യം ചെയ്യേണ്ടത്, രാഷ്ട്രപതി എന്ത് ചെയ്യും? സുപ്രീം കോടതിയിലേക്ക് അന്വേഷണത്തിനൊരു റെഫറൻസ് കൊടുക്കും. ഇന്ന കാരണങ്ങൾ കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യുന്നു? ഒരു കത്ത് കൊടുക്കും. അങ്ങനെ സുപ്രീം കോടതിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ കാര്യം ശരിയാണോ എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തുന്നത്. ഓക്കെ, അന്വേഷണം നടത്തിയ ശേഷം അതിന്റെ റിപ്പോർട്ട് ശരിയാണെങ്കിൽ ശരിയാണെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുടെ ധാരണ തെറ്റാണെന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതി അന്വേഷിച്ചതിന് ശേഷം രാഷ്ട്രപതിക്ക് തിരിച്ചെന്ത് ചെയ്യും? റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് പ്രകാരമാണ് നമ്മുടെ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്? ആ വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി ആണെങ്കിലും അത് സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ നീക്കം ചെയ്യേണ്ടതാണെന്ന് റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിന്റെയോ കഴിവില്ലായ്മയുടെയോ കാരണത്താൽ, മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് പെരുമാറ്റ ദൂഷ്യവും കഴിവില്ലായ്മയും. ഓക്കെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് ഒരു ഉത്തരവിറക്കി നീക്കം ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ അന്വേഷണം നടത്തുന്ന സമയത്ത് ഈ വ്യക്തികളെ സസ്പെൻഡ് ചെയ്യാം, അതായത് ആ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താനുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്ക് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. നീക്കം ചെയ്യേണ്ടതാണെന്ന് റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി ആ വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത്. ഇനി നീക്കം ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കറക്റ്റ് ആയിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്. ഇന്ന കാരണങ്ങൾ കാണിച്ചാൽ മാത്രമേ ആ വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണ്? ഒന്ന്, നിർധനൻ എന്ന് വിധിക്കുക. ഓക്കെ, അയാള് പാപ്പരാവുക. അയാൾ പാപ്പരായെങ്കിൽ ആ സ്ഥാനത്ത് തുടരാൻ അയാൾ അർഹനാണോ?
അദ്ദേഹം അർഹനല്ല. ഓക്കെ, അപ്പൊ നിർധനൻ എന്ന് വിധിക്കപ്പെടുകയാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്നും അയാളെ നീക്കം ചെയ്യാം. 2, രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ സദാചാര ലംഘനം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ സദാചാര ലംഘനം ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു കുറ്റത്തിന് അയാൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അയാളെ എന്ത് ചെയ്യാം? ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാം. ഓക്കെ, ഒന്ന് പാപ്പരാവുക അല്ലെങ്കിൽ നിർധനനാവുക. 2, എന്തെങ്കിലും സദാചാര ലംഘനമായിട്ട് ബന്ധപ്പെട്ട അയാൾക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാം? ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാം. 3, ഔദ്യോഗിക കാലാവധിക്കുള്ളിൽ അയാളുടെ ഔദ്യോഗിക കർത്തവ്യങ്ങൾക്ക് പുറമെ എന്ത് ചെയ്യുന്നു? മറ്റേതെങ്കിലും ശമ്പളം ലഭിക്കുന്ന ജോലി, ഇയാൾ ഇതല്ലാതെ വേറെ ഒരു ശമ്പളം ലഭിക്കുന്ന ജോലി കൂടി ചെയ്യുകയാണെന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അയാളെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല, രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ മനസ്സിന്റെയോ ശരീരത്തിന്റെയോ ബലഹീനത കൊണ്ട് ഉദ്യോഗസ്ഥാനത്ത് തുടരുന്നതിന് അയോഗ്യനാവുക, അയാൾക്ക് ആ ഒരു സ്ഥാനത്ത് തുടരുന്നതിന് അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ എന്തെങ്കിലും ദൗർബല്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, രാഷ്ട്രപതിക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ആ വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. മാത്രമല്ല, മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായോ പ്രവർത്തിക്കുന്നതിന് ഹാനികരമായി ബാധിച്ചേക്കാവുന്ന സമ്പത്തോ മറ്റു താല്പര്യങ്ങളോ ആർജിക്കുക. ഓക്കെ, ഇപ്പം ഏതെങ്കിലും കേസിൽ അയാൾക്ക് നല്ല വലിയ കോടികളായിട്ടുള്ള ഒരു കോടിപതിയായി എന്ന് വിചാരിക്കാം. അയാൾക്ക് വേറെ സ്വത്തുക്കളും കാര്യങ്ങളും ഒക്കെ കിട്ടിയെന്ന് ഏതെങ്കിലും രീതിയിൽ നല്ല കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആയിക്കോട്ടെ കിട്ടിയെങ്കിലും അത് നമ്മുടെ ഈ ഒരു പൊസിഷനെ ഹാനികരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയും നടക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ആ വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തിയെ, ഈ ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ നിന്നും ഒരു വ്യക്തിയെ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു നിയമത്തിൽ 12, 13, 14 ഓർത്ത് വെച്ചിരിക്കുക. 12, 13, 14. 14ാമത്തത് എന്താണ്? റിമൂവലാണ്, നീക്കം ചെയ്യലാണ്. 13 എന്താണ്? സേവന വ്യവസ്ഥകളാണ്. 12 എന്താണ്? രൂപീകരണമാണ്. ഓക്കെ, അപ്പൊ ഈ 3 സെക്ഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. സിമ്പിൾ അല്ലേ? കാര്യങ്ങൾ വളരെ സിമ്പിൾ അല്ലേ? കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ചോദിക്കുന്നു, ആൻസർ കൊടുക്കും 12. ഇനി അതിനകത്ത് നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഇനി എന്ത് ചെയ്യും? ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ ഉള്ളൂ. കുറച്ച് സമയമെടുത്ത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഏതൊരു ചോദ്യം വന്നാലും, നമുക്ക് മറ്റുള്ള സബ്ജക്റ്റ് പോലെയല്ല, ഇത് നമ്മൾ പഠിച്ചതിനകത്ത് തന്നെ, ആ നിയമം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. പുറത്ത് നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ഇവിടെ ഇടാനില്ല. മെയിനായിട്ട് ആ നിയമം കറക്റ്റായിട്ട് പഠിച്ചിട്ടുള്ളതെങ്കിൽ നിയമത്തിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ കൂടെ നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നല്ലതുപോലെ പഠിക്കുക, മാക്സിമം ടൈം എടുത്ത് നല്ലപോലെ, വെറുതെ ഉറങ്ങി ഫോണും യൂസ് ചെയ്ത് ബാക്കിയുള്ള സമയത്ത് 2 മണിക്കൂർ പഠിച്ചിട്ട് ഞാൻ നല്ലതുപോലെ പഠിച്ചതാണ്, എനിക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കരുത്. ഇവിടെ ഉറക്കമൊഴിഞ്ഞ് പഠിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്. കുറച്ച് സമയം മാത്രം ഉറങ്ങി ബാക്കി സമയം ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കുന്ന കുറെ കുട്ടികളുണ്ട്. സോ നിങ്ങൾ കോമ്പറ്റീഷൻ നടത്തുന്നത് ഈ വ്യക്തികളുമായിട്ടാണ്, ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നവരുമായിട്ടാണ്. സോ നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്താൽ മാത്രമേ അവരോടൊപ്പം അല്ലെങ്കിൽ അവർക്ക് മുകളിലായിട്ടോ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾക്ക് ആ ജോലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും അത്രയും എഫേർട്ട് എടുത്ത് തന്നെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ.